കൃപാവരദാനങ്ങൾ നമ്മിൽ ജ്വലിക്കാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്ന അനുസരിച്ച് 30 60 അല്ല 100 മേനി ഫലം ചൂടാൻ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. കേൾക്കുന്ന ഓരോ വചനങ്ങളും പങ്കുവയ്ക്കുന്ന ഓരോ ചിന്തകളും നമ്മിൽ 100 മേനി ഫലം ചൂടട്ടെ. പിതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി, ഈശോയുടെ പ്രിയപ്പെട്ട സ്നേഹിതരായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് ജീവിക്കാൻ, സഭയോട് ചേർന്ന് അനുഗ്രഹത്തിൻ്റെ ജീവിതം നയിക്കാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ. ലഭിച്ച ഓരോ വരങ്ങളും ദാനങ്ങളും ഫലം ചൂടാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഞങ്ങളിൽ ഒരിക്കൽ കൂടി അങ്ങ് ജ്വലിക്കണമേ. മുന്നോട്ടുള്ള ജീവിതം അഭിഷേകത്തിൻ്റെതാവാൻ, ആനന്ദത്തിൻ്റെതാവാൻ, അനുഗ്രഹത്തിൻ്റെതാവാൻ പരിശുദ്ധാത്മാവേ അങ്ങൊരിക്കൽ കൂടി ഞങ്ങളിൽ ജ്വലിക്കണമേ. സ്ലിഹന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ, അപ്പസ്തോലന്മാർക്ക് ആത്മചൈതന്യം നൽകിയതുപോലെ, രക്തസാക്ഷികൾക്ക് ആത്മധൈര്യം നൽകിയതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലും വന്ന് നിറയണമേ. ഞങ്ങളിൽ കത്തി ജ്വലിക്കണമേ. അഭിഷേകത്തോടെ ജീവിക്കാൻ അനുഗ്രഹവും ആനന്ദവും ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങളെ തുറന്നു പിടിച്ച് ഈരടികളോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്ലിഹന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ, സ്ലിഹന്മാരിൽ നിറഞ്ഞതുപോലെ, സ്ലിഹന്മാരെ നയിച്ചതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ശുശ്രൂഷ മേഖലയെല്ലാം അങ്ങ് നയിക്കണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്ലിഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. 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 ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്നേഹമായി ഈശോയെ, ഉറക്കെ ചൊല്ലുകയെ, സ്നേഹമായി ഈശോയെ, അങ്ങയുടെ വചനത്തെ ആനന്ദത്തോടും സ്നേഹത്തോടും കൂടി സ്വീകരിക്കുവാൻ, അങ്ങയുടെ വചനത്തെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ, അങ്ങയുടെ വചനത്തെ അധികാരത്തോടെ പ്രഘോഷിക്കുവാൻ, അങ്ങയുടെ വചനത്തെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ചിന്തകളെയും എൻ്റെ ജീവിതത്തെയും അങ്ങ് അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്ക് ഒരുമിച്ച് ഉറക്കെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വലതുകൈ ഉയർത്തിപ്പിടിച്ച് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സരസ്വതിയെല്ലാം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാരിസ് ഗ്രാൻഡ് കോൺഫറൻസിൻ്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുകയാണ്. സന്തോഷത്തോടെ ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഞാൻ അവസാനം ഒരു ഗ്രാൻഡ് കോൺഫറൻസിന് ഹല്ലേലൂയ പറയിപ്പിച്ചപ്പോൾ അവിടെ വലിയ ശബ്ദം ഉണ്ടായിരുന്നു. അതേത് രൂപതയിലാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അവരോട് അസൂയ തോന്നുന്നുണ്ടല്ലോ.
എന്നാലും നിങ്ങളൊന്ന് എനിക്കൊരു സന്തോഷം വരാൻ വേണ്ടിയിട്ടല്ല, ഈശോയ്ക്കൊരു ആനന്ദം വരാൻ വേണ്ടി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അവരിച്ചിരി ക്ഷീണം പിടിച്ചവരൊക്കെ ആയിരുന്നു, പക്ഷെ അവർ നല്ല ഉറക്കെ പറഞ്ഞു. നിങ്ങളിപ്പോൾ അവസാനത്തെ മണിക്കൂറായോണ്ടെന്ന് അറിഞ്ഞൂടാ, എനിക്കറിയത്തില്ല. എന്നെ ഈ ഗ്രാൻഡ് കോൺഫറൻസുകൾക്ക് എപ്പോഴും അവസാനത്തെ ടോക്കിനാണ് വിളിക്കുന്നത്. എന്തിനാണെന്ന് അറിയത്തില്ല, എങ്ങനെയെങ്കിലും തീർക്കാനാണോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും നിങ്ങൾ ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് ഈശോ തന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ സമയമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ബോധ്യങ്ങൾ, പ്രബോധനങ്ങൾ, തിരുത്തലുകൾ, മുന്നോട്ട് നടക്കാനുള്ള വഴികൾ ഒക്കെ പലരിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്നു. ഈ അവസാനത്തെ സെഷനിൽ സഭയോട് ചേർന്നുള്ള ഒരു ജീവിതത്തെ, സഭയോട് ചേർന്നൊരു ജീവിതത്തിൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി എന്നൊക്കെ എനിക്കറിയാം. എനിക്ക് നിങ്ങളുടെ സോണിൽ നിന്നും ഒക്കെ 1-2 വാട്സപ്പ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അച്ഛാ ഈ ദിവസം അച്ഛന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചായിരുന്നോ? ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് അച്ഛൻ എവിടുത്തെയാന്നൊക്കെ എന്നോട് ചോദിച്ചു. ആ പോസ്റ്ററെ കണ്ടിട്ടെങ്കിലും എന്നെ ഒന്ന് കണ്ടിട്ട് ചിരിച്ച് കാണിക്കാൻ മേലായിരുന്നോ എന്ന് എനിക്ക് വിചാരിച്ചു. എന്നാലും സാരമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരൊക്കെയാണ്. പക്ഷേ ഫോട്ടോ കണ്ടപ്പോൾ മാറിപ്പോയി. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം, ആ വചനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ അവസാനത്തെ സെഷൻ ഞാനൊന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി പോവുക. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഉറക്കെ പറയാം ഹല്ലേലൂയ. നമുക്ക് സഭയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് വരങ്ങളും ദാനങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ടോ? ഉത്തരം പറയുന്നില്ലോ. ഉത്തരം പറയാനുള്ള ഒരു വരം കിട്ടിയിട്ടുള്ളവർ ഉത്തരം പറയൂ. പരിശുദ്ധാത്മാവ് എനിക്ക് വരങ്ങളും ദാനങ്ങളും തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വെറുതെ ഹല്ലേലൂയ പറഞ്ഞാണോ? അല്ല, വരങ്ങളും ദാനങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരും, ഓരോ വരങ്ങളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സഭയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓരോ വരങ്ങളും. ഇപ്പം നമ്മൾ ബൈബിളിൽ പരിചയപ്പെട്ടുള്ള വരങ്ങൾ എന്തൊക്കെയാണ്? രോഗശാന്തി വരം, പ്രവചന വരം, പ്രബോധന വരം, പ്രവാചക വരം. ഒരുപാട് വരങ്ങളും ദാനങ്ങളും പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? സഭയെ മുന്നോട്ട് നയിക്കുക. പറയാം ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും തലപ്പത്ത് നിന്ന് പരിശുദ്ധ ലിയോ മാർപ്പാപ്പ സഭയെ നയിക്കുന്നുണ്ടെങ്കിൽ മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധാത്മാവ് എന്ത് കൊടുത്തിട്ടുണ്ട്? പറ. വരങ്ങളും ദാനങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോണ്, നമ്മുടെ സബ് സോണുകൾ, നമ്മുടെ ഇടവകയിലെ കൂട്ടായ്മ, നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥന, നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള ആത്മീയത, ഇതെല്ലാം മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വരങ്ങളും ദാനങ്ങളും തന്നിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു പ്രാർത്ഥന ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒന്ന് പാട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, വചനം വായിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ മുകളിൽ വചനം ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്നാന്തരം തെളിവാണ് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരങ്ങളും ദാനങ്ങളും തന്നിട്ടുണ്ട്. പറയാം ഹല്ലേലൂയ. അടുത്തൊരു കയ്യിലൊന്ന് പിടിച്ച്. വരങ്ങളും ദാനങ്ങളും കിട്ടിയവരൊക്കെ ആണോ? ഒന്ന് നോക്കി, മുഖത്തോട്ട് നോക്കിയേ. ആ മുഖത്ത് നോക്കുമ്പോൾ അറിയണം. അതാണ്, മുഖത്ത് നോക്കുമ്പോൾ അറിയണം വരങ്ങളും ദാനങ്ങളും ഒക്കെ ഉള്ളതാണോ? ആണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് വേണ്ടി കിട്ടിയ ഒരു വചനം, ആ വചനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടു. ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞ് ഇത് നമ്മുടെ ഈ കോൺഫറൻസ് നമ്മൾ പൂർത്തിയാക്കാൻ പോവുക. അതിന് അടിസ്ഥാനമായിട്ട് കിട്ടിയ വചനം ഇതാണ്. അപ്പസ്തോല പ്രവർത്തനം 13:52. ബൈബിൾ കയ്യിലുള്ളവരൊന്ന് എടുക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 13:52. ഗ്രാൻഡ് കോൺഫറൻസ് ആയതുകൊണ്ട് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല കുറച്ച് പേര്. എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എത്ര നാളായി ഇത് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു, ഇതുവരെ ഇത് കാണാപ്പാടം പഠിക്കാൻ പറ്റിയിട്ടില്ല. ബൈബിൾ കൊണ്ടുവരാത്തവരൊക്കെ നിങ്ങൾക്ക് എൻ്റെ വക ഉമ്മ, ഈശോയുടെ വക കടി. ബൈബിളൊക്കെ കൊണ്ടുവരാതെ നല്ല നല്ല തീ പിടിച്ച കരിസ്മാറ്റിക്കാരാണ്, പക്ഷേ ബൈബിൾ കൊണ്ട് നടക്കില്ല എന്നുള്ളൊരു പ്രത്യേക ഒരു അഭിഷേകം കിട്ടിയവരാണ്. ഓക്കെ, കിട്ടിയിട്ടുള്ളവർ, കയ്യിലുള്ളവർ, കാണാതെ അറിയാവുന്നവരും ഒക്കെ. അപ്പസ്തോല പ്രവർത്തനം 13:52 ഒരുമിച്ച് ഉറക്കെ വായിക്കാം. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഒന്നുകൂടെ കേട്ടെ. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. എല്ലാ വരദാനങ്ങളും നമുക്ക് നൽകുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും സുന്ദരമായ സമ്മാനങ്ങളിലൊന്നാണ് ആനന്ദം. ഉറക്കെ പറ. എന്താണ് ആനന്ദം? ഒരു ആനയുടെ വലിപ്പത്തിൽ പറ. എന്താണ് സമ്മാനം? ആനന്ദം. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവാലും ആനന്ദത്താലും നിറഞ്ഞവരായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ബാക്കി വരങ്ങൾ, ഫലങ്ങൾ, ദാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ഛൻ ഈ അവസാനത്തെ സെഷൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള സഭയ്ക്ക് ആവശ്യമുള്ള, എനിക്കും നിങ്ങൾക്കും ഒരു പുരോഹിതൻ എന്ന നിലയിൽ, എനിക്ക് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെന്ന നിലയിൽ നിങ്ങൾക്ക്, നമുക്ക് എല്ലാവർക്കും ഈ സഭയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ആവശ്യമായ ഒരു വലിയ ഗിഫ്റ്റാണിത്, ആനന്ദം. പറയാം ഹല്ലേലൂയ. അതായത് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്.
നമ്മുടെ ഇടയിൽ പ്രവാചകരുണ്ട്. കാലഘട്ടത്തിൻ്റെ പ്രവാചകരാകാൻ വേണ്ടി വലിയ പ്രലോഭനം നിൽക്കുന്ന ഒരു കാലമാണ്. ഇപ്പം എനിക്കുണ്ട് ആ പ്രലോഭനം. ആൾക്കാർ അച്ഛൻ എൻ്റെ ടോക്ക് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ തന്നെ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി, അത് കേൾക്കുമ്പോൾ ഒരു ഉൾപ്പുളകമൊക്കെ തോന്നി അഹങ്കാരം വന്നു പോകുന്ന ഒരു കാലത്തിലാണ്. അത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ തെറിച്ച് നടക്കാൻ ഒരു പ്രവണതയും പ്രലോഭനവും പിശാച് കൊണ്ടുതരുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നവർക്ക്, അത് വെള്ളവസ്ത്രം ധരിച്ചവരാകട്ടെ എന്തേലും കളർ വസ്ത്രം ധരിച്ചവരാകട്ടെ, ഇങ്ങനെ ഒരു പ്രലോഭനം നിൽക്കുന്ന ഒരു കാലമാണ്. പ്രാർത്ഥനയുണ്ട്, ശുശ്രൂഷയുണ്ട്, വലിയ കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്, കൂട്ടായ്മകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അടുത്ത് നിൽക്കുന്നവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാമക്കളെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ചിരിക്കത്തില്ല. നിങ്ങൾ മറ്റ് രാജ്യങ്ങളൊക്കെ പോയി നോക്കണം, ആത്മീയ മനുഷ്യരൊന്നും കാണണ്ട, കരിസ്മാറ്റിക്കാരെ കാണണ്ട, ശുശ്രൂഷ മേഖല നിൽക്കുന്നവരെ കാണണ്ട. ഒരു പരിചയമില്ലാത്തവരെ കണ്ടാലും അവരൊന്ന് ചിരിക്കും. നമ്മളൊന്ന് ഇളിക്കുക പോലും ഇല്ല, ഒരു പുച്ഛഭാവം പോലും കാണിക്കത്തില്ല. അതാ ഞാൻ നിങ്ങളോട് അങ്ങോട്ടും കൈ കൊടുക്കാൻ പറഞ്ഞു. ചുമ്മാ കൈ പിടിച്ച് തണുപ്പ് മാറ്റാൻ വേണ്ടി പറഞ്ഞതല്ല. അവരുടെ മുഖത്തൊരു ചിരി വന്നായിരുന്നോ? ഒന്നുകൂടെ പിടിച്ചു നോക്കി, കൈ ഒന്ന് പിടിച്ചു നോക്കി. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ കെറിവ് പിടിച്ച മോന്ത മാറ്റി നല്ല പോലെ ഒന്ന് ചിരിക്കാനെങ്കിലും പറ്റുന്നത്. ഉള്ളിലൊരു ആനന്ദമുണ്ട്. ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, കള്ളച്ചിരിയൊക്കെ ചിരിക്കേണ്ടി വരും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരാൾക്ക് സംഭവം വെപ്പുവല്ലായിരിക്കും, പക്ഷേ ചിരി ഒറിജിനലായിരിക്കും. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. സഭയ്ക്ക് ഇന്ന് ആവശ്യം ഇതാണെന്നാണ് എൻ്റെ ചിന്ത. ഇല്ലെങ്കിൽ നിങ്ങളോട് ഇത് പറഞ്ഞു തരാൻ എനിക്ക് കിട്ടിയ പ്രേരണ അതാണ്. സഭയ്ക്ക്, സഭാമക്കൾക്ക്, പ്രത്യേകിച്ച് കേരള സഭയിലെ നമുക്ക് ആവശ്യം ഈ ആനന്ദമാണ്. നമ്മളെ കണ്ടിട്ട് വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. ദൈവമേ, പ്രാർത്ഥിക്കാതെ നടക്കുന്ന എനിക്കെന്തൊരു ആനന്ദം. ഈ കൊന്തയും കൈപ്പിടിച്ച് ബൈബിളും കൈപ്പിടിച്ച് നടക്കുന്ന ഈ ചേച്ചി, ഈ ചേട്ടൻ ചിരിക്കുന്ന പോലും ഇല്ലല്ലോ, ആനന്ദമില്ല. പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞിരുന്നില്ലേ, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അടുത്ത വചനം മാത്രമേ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ളൂ. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം. അത് എങ്ങനെയാ ശക്തനാക്കുന്നത്, എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്നത്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പറയാം ഹല്ലേലൂയാ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ, ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്നവർ, ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലരും പല സ്ഥിതിയിലുള്ളവരാണ്, പല സ്റ്റാറ്റസിലുള്ളവരാണ്, പല സാമ്പത്തിക സ്ഥിതിയിലുള്ളവരാണ്, ദാരിദ്ര്യമുള്ളവരുണ്ട്, വലിയ കടബാധ്യത ഉള്ളവരുണ്ട്, ഒത്തിരി പൈസ ഉള്ളവരുണ്ട്, ജോലി ഉള്ളവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നാൽ, അതിപ്പോൾ 10 കോടി ലോട്ടറി അടിച്ചാലും 10 ലക്ഷം കടമായിട്ട് വന്നു നിന്നാലും അവരുടെ മുഖത്ത് ആനന്ദം ഉണ്ടാകും. കാരണം ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആ സംതൃപ്തിയും ആനന്ദവും കൊടുത്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊന്നാന്തര അടയാളമാണ് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നുണ്ടെന്നും നിങ്ങളെയും കൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷ സഭയിൽ ചെയ്യുമെന്നും. പറയാം ഹല്ലേലൂയാ. നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള വരമൊക്കെ കിട്ടിയിട്ടുണ്ട്, ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, വചനം പ്രഘോഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനന്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആനന്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കിന്ന് വേണ്ടത് ഏറ്റവും അത്യാവശ്യം അതാണ്. അടുത്തിരിക്കേണ്ടത് പുറത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞേ, ആനന്ദം നിറയട്ടെ. പറഞ്ഞേ, ആനന്ദം നിറയട്ടെ. പറഞ്ഞേ, ആനന്ദം. ചുമ്മാ സന്തോഷമല്ലേ, ഈശോ തരുന്ന ഒരു ആനന്ദം. പണ്ട് ക്രിസ്ത്യൻ ധ്യാനം കൂടിയപ്പോൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വലിയ പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നല്ലേ? എനിക്ക് നല്ല പ്രായമുണ്ട്. ക്രിസ്ത്യൻ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ടോ? വലിയ താല്പര്യമൊന്നും ഇല്ലാതായിരിക്കും അന്ന് കൂടിയത്. പക്ഷെ അന്നങ്ങനെ കൂടിയതൊക്കെയാണ് നമ്മളെ ഇപ്പം നിർത്തിയതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അന്ന് നമ്മളെ പാട്ടൊക്കെ പഠിപ്പിച്ച ആള് ഈ പാട്ട് പഠിപ്പിച്ചായിരുന്നു, യേശു തരും ആനന്ദം അത് സ്വർഗീയ ആനന്ദം. എന്നിട്ട് ആക്ഷനൊക്കെ പഠിപ്പിച്ചില്ലേ? അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ആർക്ക് വേണം, ധ്യാനം കൂടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആർക്ക് വേണം എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇപ്പോൾ വളർന്ന് മൂത്ത് പടർന്ന് പന്തലിച്ച് ഈ ഒരു അവസ്ഥയിൽ പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം എല്ലാം ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയൊക്കെയോ വെച്ച് സഭാമക്കൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു സാധനമാണ് ആനന്ദമില്ല. ഫ്രാൻസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ കുറിച്ചാണ്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ആനന്ദമില്ലാത്ത സന്യാസിനി ആ കോൺവെന്റിൽ ഒരു അപകടമാകുന്നു. ഞാൻ എനിക്ക് വേണ്ടി കൂടെ എടുക്കുകയാണ്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ 5 അച്ഛന്മാരുണ്ട്. അവിടെ ഞാൻ ഈ കെറിവും ചിരിക്കുമില്ല, ആരെയും കണ്ടാൽ തിരിഞ്ഞു നോക്കത്തില്ല, ആനന്ദമില്ല. ആ ബാക്കി 4 പേർക്ക് ഞാനൊരു തലവേദനയാവും. ശരിയല്ലേ? ആനന്ദമില്ലാത്തൊരു വ്യക്തി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ബാധയായിട്ട് മാറും. നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളോടല്ലാതെ ചോദിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടുകാരോടാണ് ചോദിക്കേണ്ടത്. ആനന്ദം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടമുള്ള വീടായിരിക്കാം, രോഗമുള്ള വീടായിരിക്കാം, ബാക്കി 4 പേരും പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, 3 പേര് വഴിതെറ്റി നടക്കാതിരിക്കാം, 2 പേര് വീട്ടിൽ കയറുന്നുണ്ടാവില്ല, ഒരാൾ പള്ളിയിലും കയറുന്നുണ്ടാവില്ല, പിന്നെ ബാക്കിയുള്ള ഒരാൾ നിങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ കളിയാക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ ഒരൊറ്റ ആളെയും കൊണ്ട് പരിശുദ്ധാത്മാവ് വലിയ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കും.
രണ്ട് കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 13:52 മറന്നുപോയേക്കല്ല്. അവർ പരിശുദ്ധാത്മാവിനാൽ മാത്രമല്ല നിറഞ്ഞത്, ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും അവർ നിറഞ്ഞു. സങ്കീർത്തനം 4 രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കാൻ നല്ലൊരു സങ്കീർത്തനമാണ്. 4-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്: ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിനേക്കാൾ വലിയ ആനന്ദം എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പറഞ്ഞ സഹോദരങ്ങളെ ഹല്ലേലൂയ. അതായത് ചുറ്റും നോക്കുമ്പോൾ ഈ ഒരു ശുശ്രൂഷയായിട്ടൊക്കെ നടക്കുന്നു, കൂട്ടായ്മയിലൊക്കെ ഉണ്ട്, സോണിൻ്റെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പ്രാർത്ഥനയൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. പണ്ട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പകുതി പേരിപ്പോൾ ഇല്ല, ഇടവക പ്രാർത്ഥന കൂട്ടായ്മകളില്ല, ശിഥിലമായി പോയി, തീർന്നുപോയി. പണ്ട് ആക്റ്റീവായിട്ട് നിന്ന പലരും ഇപ്പോൾ കൊഴിഞ്ഞുപോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ. ഓക്കെ, പക്ഷേ ആ വിട്ടുപോയവർക്ക് ധാന്യവും വീഞ്ഞും ഒക്കെ കിട്ടി. അവർക്ക് പല വഴികളിലൂടെ പോയി. ധാന്യവും വീഞ്ഞും ഒക്കെ കിട്ടുമെന്ന് ഓർത്ത് അവർ ഈ പള്ളി വിട്ടുപോയി, പ്രാർത്ഥന ഗ്രൂപ്പ് വിട്ടുപോയി, ഈ കൂട്ടായ്മകളെയൊക്കെ തള്ളിപ്പറഞ്ഞു പോയി. ഈശോയോട് നിങ്ങൾക്ക് ഇന്ന് അഭിമാനത്തോടെ പറയേണ്ട ഒറ്റ കാര്യമാണ്: ഈശോയെ, എനിക്ക് ധാന്യവും വീഞ്ഞും ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ, ഈ പരിപാടിക്ക് പോയിട്ട് വയറ് നിറച്ച ആരെങ്കിലും ഉണ്ടോ? ഇതും കൊണ്ട് ലാഭം ഉണ്ടാക്കിയ ആരെങ്കിലും ഉണ്ടോ? ഇതും കൊണ്ട് കടം മാറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ആളും ഇല്ല. കടം വരുത്തി വെച്ചവരേ ഉള്ളൂ. 1990 കരിസ്മാറ്റിക് ആയി മാറിയ ഒരമ്മയുടെ പാവം മകനാണ് ഞാൻ. ഞാനത്ര പാവമല്ല, അമ്മ പാവമായിരുന്നു. അമ്മ 90കളിൽ ഈശോയെ അറിഞ്ഞതുകൊണ്ട് അച്ഛനായ ഒരു സൽപുത്രനാണ് ഞാൻ എന്നാണ് അമ്മയുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം. 1990കളിൽ മലബാറിൽ റബ്ബർ തോട്ടങ്ങളിലൊക്കെ പന്തൽ കെട്ടിയിട്ട് പ്രിയപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ഛനൊക്കെ പ്രസംഗിച്ച് നടന്ന സമയത്ത് ഈശോ സ്നേഹിക്കുന്നു എന്നൊരൊറ്റ വാക്കിൽ മാനസാന്തരപ്പെട്ട ഒരു അമ്മയുടെ മകനാണ് ഞാൻ. ഈശോ സ്നേഹിക്കുന്നു. വേറെ സുവിശേഷമൊന്നും കേട്ടില്ല, വേറെ തിയോളജി ഒന്നും മനസ്സിലായില്ല, വേറെ വലിയ കാര്യങ്ങൾ തിയോളജി കോഴ്സുകൾ പോയി കൂടിയില്ല. ഈശോ സ്നേഹിക്കുന്നു, ഒറ്റ സുവിശേഷം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ അമ്മയോണ്ട് പറയല്ല, ഉള്ളിൽ എന്തോ നിറഞ്ഞു. എന്തായിരിക്കാം? ആനന്ദം. ആനന്ദം. വീട്ടിൽ കടമുണ്ടായി, രോഗമുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, ഞാനും ഉണ്ടായി. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ആ വീട്ടിലുണ്ടായി. ചാച്ചനാണെങ്കിൽ അമ്മ ജീവജലത്തിൻ്റെ അരുവിയിൽ നിന്ന് കുടിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ചാച്ചനും തീരുമാനിച്ചു, അങ്ങനെ നീ ഒറ്റയ്ക്ക് അഭിഷേകം വിഴുങ്ങണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ചാച്ചൻ എത്ര നോക്കിയിട്ടും പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല. അതുകൊണ്ട് റൂഹായെ നീ കാറ്റായി വാന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള കള്ള് ഷാപ്പിൽ നിന്നാണ് ചാച്ചന് കാറ്റ് കിട്ടിയത്. അപ്പോൾ അമ്മ അപ്പുറത്ത് പോയി കുടിക്കുമ്പോൾ ചാച്ചൻ തന്നെ ജീവജലത്തിൻ്റെ അരുവി വേറെ വഴി കണ്ടുപിടിച്ചു. തോറ്റുപോകാനുള്ള സാഹചര്യങ്ങൾ മാത്രമേ അമ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത്, പുറത്തോട്ട് വരുന്നത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഉള്ളിലൊരു ആനന്ദം ഉണ്ടായിരുന്നു തോന്നുന്നു. പ്രതിസന്ധികൾ ഒരു കരിസ്മാറ്റിക്കാരുടെ കൂടപ്പിറപ്പാണ്. കൃപകൾ വരുന്നതിനെക്കാട്ടും മുമ്പ് കഷ്ടപ്പാടുകൾ വരും. നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം ഉള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങളുടെ കൂടെ നിന്ന പലതും ഇല കൊഴിഞ്ഞ് വീണ് പോയപ്പോഴും നിങ്ങൾ ഒരു ഉണക്കക്കൊള്ളിയാണെങ്കിൽ ഉണക്കക്കൊള്ളി ഒറ്റയ്ക്ക് നിന്നെങ്കിൽ അതിൻ്റെ കാരണം ഉള്ളിൽ ഈശോ ഒരാനന്ദം വേര് ആഴ്ത്തി തന്നിട്ടുണ്ടായിരുന്നു. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുന്നോട്ടുള്ള നിങ്ങളുടെ സഭാജീവിതത്തിൽ ആനന്ദം നിറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതാവട്ടെ, ഒരു വചനം വായിക്കുന്നതാവട്ടെ, ഒരു കൂട്ടായ്മയെ ലീഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാവട്ടെ, നമ്മുടെ ശുശ്രൂഷകൾ ഏൽപ്പിച്ച നമ്മുടെ അച്ഛന്മാരോ നേതൃത്വത്തിലുള്ളവരോ ഏൽപ്പിച്ച നമ്മുടെ ഡ്യൂട്ടികൾ, അവരെ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഉപദേശങ്ങൾ, അതെല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആനന്ദത്തോടുകൂടി നിങ്ങൾ ശുശ്രൂഷ ചെയ്യുക. മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെ നടത്തണം? ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം ആണോ? വേണം. പക്ഷേ ആ ഒച്ച തൊണ്ടയിൽ നിന്ന് ആവരുത് വരേണ്ടത്. എവിടെ നിന്നാണ്? ഹൃദയത്തിൻ്റെ ആനന്ദത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. നിങ്ങൾ വചനം പ്രഘോഷിക്കുന്നു, ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുള്ളൂ. പക്ഷെ അത് ഈശോ നിറഞ്ഞ ഒരു ആനന്ദം കൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ 5 മിനിറ്റ് മതി നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് ഒരു സുവിശേഷത്തിൻ്റെ വെളിച്ചം, അവരുടെ ഇരുട്ട് നിറഞ്ഞ, സങ്കടം നിറഞ്ഞ, കണ്ണുനീര് നിറഞ്ഞ ജീവിതത്തിൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാനന്ദത്തിൻ്റെ സുവിശേഷകരായിട്ട് നിങ്ങൾ മാറണം. ചേർന്ന് പറയാം ഹല്ലേലൂയാ. ഒരു രോഗിയെ നിങ്ങൾ പോയി കാണുന്നു,
നിങ്ങൾക്ക് അയാളുടെ കയ്യിൽ കൊടുക്കാൻ 5 പൈസ കയ്യിലുണ്ടാവില്ല. അയാളെ സൗഖ്യപ്പെടുത്താനുള്ള വരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. ആ സമയത്ത് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വചനം പോലും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആ വീട്ടിലോട്ട് കയറി ചെല്ല്, ആനന്ദം നിറഞ്ഞൊരു കരിസ്മാറ്റിക്കാരി ആ വീട്ടിൽ കയറി ചെന്നാൽ ആ രോഗി മരണക്കിടക്കയിലാണെ പോലും അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരും. പലരുടെയും വിടർന്ന പുഞ്ചിരി നമ്മളെ കെടുത്തിക്കളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. മുന്നോട്ടുള്ള സഭാജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ആനന്ദമില്ലെങ്കിൽ ആനന്ദമില്ലാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. ചെല്ലുന്നിടത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊതുകുകടിയും പല്ലുകടിയൊക്കെ ആക്കി മാറ്റും. ആനന്ദം നിറയണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അത് എവിടുന്ന് നിറയും? എവിടുന്ന് കിട്ടും? യേശു തരും ആനന്ദം, അത് സ്വർഗീയ ആനന്ദം. എവിടുന്ന് കിട്ടും? എവിടുന്ന് കിട്ടുന്നേ? പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. നിങ്ങളത് കൊണ്ടുവന്നിട്ടില്ല. പറയൂ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ നമ്മൾ വായിക്കുന്നില്ലേ? അവിടുത്തെ വചനം കണ്ടപ്പോൾ ഞാനത് ഭക്ഷിച്ചു, അതെനിക്ക് ആനന്ദാമൃതമായി മാറി. എനിക്ക് ആനന്ദം കിട്ടാനുള്ള ഏറ്റവും വലിയ സോഴ്സ് എവിടെയായിരിക്കണം? നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ലീഡർഷിപ്പുള്ള അച്ഛനോ കൂട്ടായ്മയുടെ ലീഡറോ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തു, ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു, ബ്രദറെ നന്നായിട്ട് ശുശ്രൂഷ ചെയ്തു, ഇത് പറയുമ്പോഴുള്ള ആനന്ദമാകരുത്. അങ്ങനെ ഒരു ആനന്ദമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നാളെ ഈ ലീഡ് ചെയ്ത ആള്, ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്ത ആള്, ഇന്ന് നല്ലത് പറഞ്ഞ ആള് നാളെ ചിലപ്പോൾ തിരുത്തി പറഞ്ഞേക്കാം, ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം, ചിലപ്പോൾ കുറ്റപ്പെടുത്തിയേക്കാം, ചിലപ്പോൾ മാറ്റി നിർത്തിയേക്കാം. അന്ന് നിങ്ങളുടെ ശുശ്രൂഷ അവസാനിക്കും. കാരണം നമ്മൾ ശുശ്രൂഷ തുടങ്ങിയത് ഈശോയുടെ ആനന്ദം കൊണ്ടല്ല, ലീഡർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ സന്തോഷം കൊണ്ടാണ്. നമുക്ക് ശരിയായ ആനന്ദം നിറയേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യർ പറഞ്ഞ വാക്കിൽ നിന്നല്ല, ഈശോ പറഞ്ഞ വാക്കിൽ നിന്നാണ്. ജെറമ്യാ പ്രവാചകൻ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പറയും, അവിടുത്തെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു, അതെനിക്ക് ആനന്ദ അമൃതമായി മാറി. വചനം സ്വീകരിച്ചപ്പോൾ ഈശോ തന്നെ പറഞ്ഞു തരുന്നില്ലേ യോഹന്നാൻ 6:63, മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്, ഈ വചനത്തിന് വേണ്ടി ആഗ്രഹിക്കുക, എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ഈശോയുടെ വാക്ക് നമുക്ക് ആനന്ദം തരുന്നു, പരിശുദ്ധാത്മാവിനെ തരുന്നു, നമ്മുടെ ഉള്ളിൽ ജീവൻ തരുന്നു. ശക്തിയോട് പറയാം ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 1 എടുക്കാവോ? 1-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിൻ്റെ ആ ആനന്ദം നമ്മിലേക്ക് നിറയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ആനന്ദത്തോടുകൂടി നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയാൽ എന്താണ് നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ സംഭവിക്കുന്നത്, സഭയിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? വചനം അവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരും. 1-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 2-ാം വാക്യം, സങ്കീർത്തനം 1:2 ഉറക്കെ വായിക്കാവോ? സങ്കീർത്തനം 1:2 വായിച്ച്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. എന്ന് വെച്ചാൽ ആനന്ദത്തിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞേ? വചനത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥം അവിടെ അടച്ചു വെച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലല്ല, എടുത്ത് തുറന്ന് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് നിറയുന്നു? ആനന്ദം നിറയുന്നു. വലതൊരു ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ കൈയൊന്ന് വീശിക്കേ. വീശാൻ പറ്റുന്നവരൊക്കെ നന്നായിട്ട് വീശിക്കും, നന്നായിട്ട് വീശിക്കും. ഞാൻ 4 മണിയാകുമ്പോൾ പൊക്കോളാം. പൊക്കോ എന്ന് പറയാതെ നന്നായിട്ട് വീശി, നന്നായിട്ട് വീശി. അടുത്തിരിക്കുന്നത് പുറത്തു തട്ടിക്കേ, പുറത്തു തട്ട്. നല്ല ആനന്ദമാണ്. ആനന്ദ സുഷുപ്തിയിൽ അവർ മയങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ 2.5 മണിക്ക് റിസ്ക് പിടിച്ച സമയത്താണ് ഞാൻ ഈ വചനപ്രഘോഷം നടത്തുന്നത്. ആനന്ദം നിറഞ്ഞില്ലെങ്കിലും ഉറക്കം വരരുതേ എന്നാണ് എൻ്റെ അഭിപ്രായം, പ്രാർത്ഥനയും. അടുത്തിരിക്കുന്ന ഉറങ്ങുന്നുണ്ടോ നോക്കണേ. പിടിച്ചെഴുന്നേപ്പിക്ക്, നിവർന്നിരിക്കാൻ പറ. ഞാൻ നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ, അല്ല ഇരിക്കാൻ പറ. ഓക്കെ. 3 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ വന്നത്. അതിനർത്ഥം ഇനിയും 3 മണിക്കൂർ എനിക്ക് തിരിച്ച് ഓടിക്കണമെന്നാണ്. അവിടെ ഒരു ധ്യാനം നടക്കുന്നതുകൊണ്ട് ആരെ ശുശ്രൂഷകരെ കൂടെ കൂട്ടിയിട്ടില്ല. പൊൻകുന്നത്തെത്തിയപ്പോൾ ഒരു അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കട്ടപ്പനയ്ക്ക് പോന്നു. ഞാനും വന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആ അച്ഛനെ കട്ടപ്പനയ്ക്ക് വരെ കൂട്ടി 3 ജപമാല ചൊല്ലി തീർത്തു. തിരിച്ചു പോകുമ്പോൾ അച്ഛനെ വധിക്കണം. 3 ജപമാലയും കൂടെ ചൊല്ലി ഞങ്ങൾ യാത്ര പൂർത്തിയാക്കും. ഇന്നലെ ഫുള്ള് ഷാലോമിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയുടെ ഷൂട്ടായിരുന്നു. ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങരുതേ. വേറെ ഒന്നും കൊണ്ടല്ല, വിഷമം കൊണ്ടല്ല. 3 മണിക്കൂർ ഓടിച്ച് വന്നിട്ട് ഇവരെ ഉറങ്ങുവാണല്ലോ, അങ്ങനെയല്ല. എനിക്കും ഉറങ്ങാൻ തോന്നും. സ്ക്രീനിലൊക്കെ ഉറങ്ങുന്നതൊക്കെ കണ്ടാൽ കഷ്ടപ്പാടെന്ന് ഓർത്തു അല്ലേ? അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ഉണർന്നിരിക്കൂ കേട്ടോ. എന്നോടൊപ്പം 1 മണിക്കൂർ വേണ്ട, 45 മിനിറ്റ് ഉണർന്നിരിക്കുക. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. ബൈബിൾ അടച്ചു വെച്ചപ്പോൾ ഉള്ള ഒരു ആനന്ദമല്ല, അത് തുറന്ന് അവൻ ധ്യാനിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലേക്കൊരു ആനന്ദം നിറഞ്ഞു. ആ ആനന്ദം നിറഞ്ഞ ആൾക്ക് എന്നാ സംഭവിച്ചേ? 3-ാമത്തെ വാക്യം ബൈബിൾ അടയാളപ്പെടുത്തുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടോ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ
സഫലമാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം ഒന്നുകൂടെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് വേണ്ടത് ആനന്ദമാണ്, ആനന്ദത്തോടു കൂടിയുള്ള ശുശ്രൂഷയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഈ ആനന്ദം ഉണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ച് വചനവായനയിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ കിട്ടിയ ഒരു ആനന്ദം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മുമ്പേ നമ്മൾ പറഞ്ഞു. ആനന്ദവും സന്തോഷമുള്ള ഒരാളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. പക്ഷേ ഈ പുഞ്ചിരി എളുപ്പമാണ്, കാരണം നമ്മൾ അഭിനയിക്കാൻ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അഭിനയിക്കാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചിരിച്ചു കാണിച്ചു നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്? ഇല്ലാതെ വെറും 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സ്നേഹം മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന നല്ല കുട്ടികളായതുകൊണ്ട് നല്ല സ്നേഹമാണ് എനിക്ക് നിങ്ങളോട്. നമുക്ക് അഭിനയിക്കാൻ നന്നായിട്ട് അറിയാം. ഈ ആനന്ദം ശരിക്കും വചന ശുശ്രൂഷയിലൂടെ ഇല്ലെങ്കിൽ വചന ധ്യാനത്തിലൂടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഭ നിങ്ങളെ ഏൽപ്പിച്ച കൂട്ടായ്മ നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ നിങ്ങൾ ആനന്ദത്തോടു കൂടിയാണ് ചെയ്യുന്നതെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം റിസൾട്ട് തരുന്നതുമാണ്, ഫലം തരുന്നതാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥന ചോദിക്കും, പരിശുദ്ധാത്മാവിന് ശക്തി തരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ കൂടുതലും ചോദിക്കുന്നത് വരങ്ങൾക്ക് വേണ്ടിയും ദാനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. ശരിയാണോ? ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ അപ്പുറത്ത്, വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും. വരവും ദാനവും പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ഫലം ആരും ഉണ്ടാക്കണം? ഇത് പരിശുദ്ധാത്മാവ് ഒരു സഹായം തന്നിട്ടുണ്ട്. ആ സഹായം കൊണ്ട് നമ്മൾ ഫലം ചൂടണം. ആനന്ദമുണ്ട്. ഈ ശുശ്രൂഷയോട് നിങ്ങൾക്ക് ആനന്ദമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഫലം ചൂടുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് 100 പേരെ മാനസാന്തരപ്പെടുത്തുന്നു എന്നല്ല പറഞ്ഞേ. വലിയ മുട്ടക്കാട്ടൻ അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്തു എന്നല്ല. നിങ്ങൾ തൊട്ടപ്പോൾ ഒരാൾ ചാടി എഴുന്നേറ്റു സുഖപ്പെട്ടു 3-ാം ദിവസം വീണ്ടും മരിച്ചു എന്നുള്ളതല്ല. നമ്മൾ ഇത്രയോ ചെയ്തു അത്ര ചെയ്തു എന്നുള്ള സാക്ഷ്യങ്ങൾ വന്നതിൻ്റെ അല്ല. നിലനിൽക്കുന്ന ഫലം നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നില്ലേ, വൈദ്യ നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്നുവെച്ചാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജിൻസച്ചൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ആനന്ദമുണ്ടോ? ആനന്ദം ഉണ്ടെന്ന് വെച്ചാൽ ഈ ബൈബിൾ എടുത്ത് വെച്ച് ഞാനിങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, ഫലം കാണണം. ഞാൻ പ്രസംഗിച്ച 300 പേര് ഒറ്റയടിക്ക് മാനസാന്തരപ്പെട്ടു എന്ന ഫലമല്ല. അത് കാണുമ്പോഴാണ് നമുക്ക് ഒരു ജിൽ അനുഭവം തോന്നുന്നത്. അല്ല, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലൊരു ഫലം. അതായത് ഞാനൊന്ന് ഫലം ചൂടിയാൽ പിന്നെ ഞാൻ പ്രഘോഷിക്കാൻ ചെല്ലുന്നിടത്തെല്ലാം എൻ്റെ പണി പകുതിയായിട്ട് കുറഞ്ഞു. ആര് ചെയ്തോളും? പരിശുദ്ധാത്മാവ് ഇരട്ടിയായി ചെയ്തോളും. ശുശ്രൂഷ നിൽക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയോടും കരിസ്മാറ്റിക് ഓരോ സോണുകളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നു. സഭ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ പേഴ്സണൽ ലൈഫിൽ വ്യക്തി ജീവിതത്തിൽ ഫലം ചൂടുന്നുണ്ടോ എന്ന് നോക്കണം. പുറത്ത് നമ്മൾ ലീഡ് ചെയ്യാണ്, ഭയങ്കര പ്രാർത്ഥന, ശുശ്രൂഷകളൊക്കെ ലീഡ് ചെയ്യുന്നു, വചനം പ്രഘോഷിക്കുന്നു, എല്ലാവരും ഒരുമിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ വ്യക്തി ജീവിതത്തിൽ അതിൻ്റെ ഒരു ഫലം കാണുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രകടനങ്ങളായി ബഹളങ്ങളായി പൗലോസ്ലീഹയുടെ വാക്കുകളിൽ മുഴങ്ങുന്ന ചേങ്കല ചിലമ്പുന്ന കൈത്താളമായി കുറേ ഒച്ച ഉണ്ടാക്കി നമ്മൾ അവസാനിക്കും. പലരും കരിസ്മാറ്റിക് കൂട്ടായ്മകളോട് വെറുപ്പ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം. പലരും ഇതിനോട് എതിർപ്പ് കാണിക്കുന്നതിനെക്കുറിച്ച് എനിക്കറിയാം. നമ്മളെ ഇങ്ങനെ ഓമനപ്പേരിട്ട് ഹല്ലേലൂയ തൊഴിലാളികളെന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? കേൾക്കണം, ഞാനും കേൾക്കാറുണ്ട്. ഇതിൻ്റെ വലിയൊരു കാരണം എന്താണെന്നറിയോ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ ഉള്ളിലെ ഫലം മനുഷ്യർ കാണുന്നില്ല. നമ്മൾ ഉപദേശിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഒച്ചത്തി പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ, എനിക്ക് വയ്യ, ഇത് നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പേഴ്സണൽ ലൈഫിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ഫലം കാണുന്നില്ല, അവൻ ആനന്ദമില്ല. പിന്നെ എങ്ങനെ ആളുകൾ നമ്മളെ വിശ്വസിക്കും? നമ്മുടെ ശുശ്രൂഷയെ വിശ്വസിക്കും? പിന്നെ എങ്ങനെ നമ്മളായിരിക്കുന്ന ഈ സഭയെ അവർ വിശ്വസിക്കും, ചേർന്ന് നിൽക്കും? വലിയൊരു ഉത്തരവാദിത്തമാണ് മുന്നോട്ടുള്ള സഭാത്മക ജീവിതത്തിൽ ഈ സഭയെ താങ്ങി നിർത്തേണ്ടതും മുന്നോട്ട് നയിക്കേണ്ടതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ, വരങ്ങളും ദാനങ്ങളും കൊണ്ടല്ല, ഫലങ്ങൾ കൊണ്ടാണ്. കിട്ടുന്നുണ്ടോ? കാരണം ആവശ്യത്തിന് വരങ്ങളും ദാനങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോൾ തന്നു? കിട്ടിയിട്ടുള്ളവരെന്ന് കയ്യെടുത്തേക്ക്. വരങ്ങളും ദാനങ്ങളും പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. തുടക്കത്തിൽ ആദ്യം ചോദിച്ച ചോദ്യം അതാണ്. ഉറക്കം തെളിഞ്ഞപ്പോഴത്തേന് അത് മറന്നേ. വരങ്ങളും ദാനങ്ങളും കിട്ടിയിട്ടുള്ളവർ കയ്യെടുത്തി, നന്നായിട്ട് കയ്യെടുത്തി. 1, 2, 3 കൈ 4 കൈ ഉള്ളവർ എല്ലാം എപ്പോൾ കിട്ടി? അയ്യോ, ഇച്ചിരി അഭിമാനത്തോടെ പറ. മാമോദിസ ജലം തലയിൽ വീണ ജലദോഷം പിടിക്കാനല്ലോ, നല്ല ഉറക്കം പറഞ്ഞേ. മാമോദിസായിൽ കിട്ടി, എന്നിട്ട് അതൊന്ന് സ്ഥിരപ്പെടുത്തിയും കിട്ടി. എപ്പോ? സ്ഥൈര്യലേപനത്തിൽ ഇത് ഉറപ്പിച്ച് കിട്ടി. നിങ്ങളുടെ ഉള്ളിൽ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്.
പൗലോസ്ലീഹ സുന്ദരമായിട്ട് ഇങ്ങനെ പറയും 2 കൊരിന്തോസ് 1:22 നമുക്ക് അവനൊരു മുദ്ര, ഒരു അടയാളം പതിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ വചനം ഒന്ന് എടുക്കാവോ? 2 കൊരിന്തോസ് 1:22. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈശോ തന്നതിനെ കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ വചനങ്ങളൊന്നാണ് 2 കൊരിന്തോസ് 1 അതിൻ്റെ 22 വാക്യം. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. സോ ദൈവം ഈശോ നമുക്ക് തന്നിട്ടുള്ള വലിയൊരു കാര്യമാണ്. ഒന്ന്, അവൻ തൻ്റെ അടയാളം, തൻ്റെ മുദ്ര നമ്മുടെ മേൽ പതിച്ചിരിക്കുന്നു. മുദ്ര വെക്കുക എന്ന് വെച്ചാൽ എന്താ? സീലടിക്കുക, സൈൻ ഓഫ് ഓണർഷിപ്പാണ്. ഓണർഷിപ്പ് എന്ന് വെച്ചാൽ ഈശോ നമുക്ക് മാമോദീസ തന്നപ്പോൾ ഒരു അംഗീകാര മുദ്ര, ഒരു അധികാര മുദ്ര നമ്മുടെ പതിച്ചിരിക്കുകയാണ്. ഈ മാമോദീസ മുങ്ങി അന്ന് മുതൽ നീ ആരുടെ സ്വന്തമാണ്? ആരുടെ പ്രോപ്പർട്ടിയാണ്? ഈശോയുടെ സ്വന്തമാണ്. അത് ഈശോയുടെ സ്വന്തമാണെന്നുള്ളതിൻ്റെ തെളിവായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അച്ചാരമായി തന്നിരിക്കുന്നു. അച്ചാരം എന്ന് വെച്ചാൽ എന്താ? അച്ചാരം ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ്, ഗ്യാരണ്ടി. മലയാളത്തിൽ നമ്മൾ ഗ്യാരണ്ടി എന്നൊരു വാക്ക് ഉപയോഗിക്കുമല്ലോ അല്ലേ? ഞാൻ വിശുദ്ധത്തിൻ്റെ മറ്റൊരു ട്രാൻസ്ലേഷനിൽ കണ്ടതാണ്, ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ ടു യു ആസ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഗ്യാരണ്ടി ആയിട്ട് തന്നിരിക്കുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ മാമോദീസയിൽ നിനക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. നമ്മൾ ഗഡുക്കളൊക്കെ അടയ്ക്കുമെന്ന് പറയുന്നില്ലേ? അടച്ചടച്ചടച്ച് തീരും. മാമോദീസയിൽ നിങ്ങൾക്ക് കിട്ടിയത് ആദ്യത്തെ ഗഡുവാണ്. ഇറ്റ് ഈസ് ഗിവൺ ടു യു ആസ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഗഡുവായി തന്നു. എന്ന് വെച്ചാൽ ഈ വരങ്ങളും ദാനങ്ങളും തന്നിട്ടുണ്ട്, പൂർത്തിയായിട്ടില്ല. ഒരു 10% തന്നു. അതിനി വളർത്തിക്കൊണ്ടിരിക്കണം. കിട്ടുന്നുണ്ടോ? വരങ്ങളും ദാനങ്ങളും തന്നു, അത് ബലം ചൂടുമ്പോഴാണ് ആ ഇൻസ്റ്റാൾമെൻറ്റ് പൂർത്തിയാവുന്നത്. സൗകര്യങ്ങളെ ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? അന്ന് മാമോദീസായിൽ നിങ്ങളുടെ മേലൊരു മുദ്ര വെച്ച് വരങ്ങളും ദാനങ്ങളും തന്ന് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നെന്ന് വെച്ചാൽ ഒരു ഗ്യാരണ്ടി ആയിട്ട് ഈശോ കൂടെ ഉണ്ടെന്നും വരങ്ങളും ദാനങ്ങളും തന്നിട്ടുണ്ടെന്നും ഉള്ളതിൻ്റെ തെളിവായിട്ട് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിങ്ങളുടെ മേൽ നിക്ഷേപിച്ചു. ഇനി അത് വളർത്തിയെടുത്ത് 100% ബലം ചൂടണം എന്നുള്ളത് അത് നമുക്ക് തന്നിട്ടുള്ള ദൗത്യമാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെയാണ് പൗലോസ്ലീഹ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമല്ലേ, ഞങ്ങൾ എല്ലായിടത്തും വിശ്വാസികളുടെ ഇടയിലും അവിശ്വാസികളുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ക്രിസ്തുവിൻ്റെ പരിമളമാണ്. വീട്ടിൽ പെർഫ്യൂം ഉണ്ടോ? പെർഫ്യൂം ഉണ്ടോ? ഇന്ന് അടിച്ചോ? ഇല്ല, ഇവിടെ വേർപ്പും കുളിയൊന്നുമില്ല. ഞാൻ മാത്രമേ ഇവിടെ നിന്നിട്ട് വേർക്കുന്നുള്ളൂ തോന്നല്ലേ? പെർഫ്യൂമിനകത്ത് പെർഫ്യൂം ബോട്ടിൽ നല്ലതാണല്ലേ? നല്ല വില കൂടിയ പെർഫ്യൂം നിങ്ങൾക്ക് ഒരാൾ സമ്മാനം തരിക. പെർഫ്യൂം എന്തിനാണ്? തിന്നാൻ അല്ല, അടിക്കാൻ. അടിച്ചാൽ എന്ത് സംഭവിക്കും? മണം വരും. നമ്മുടെ മണം പോവും അല്ലേ? ചീത്ത മണം പോയി നല്ല മണം വരും. ഈ പെർഫ്യൂം ബോട്ടിൽ ഈ ഗ്യാസ് ഇങ്ങനെ നിറച്ച് വെച്ചേക്കാണ്. ഈ മണമുള്ള ഈ അരോമ, ഈ നല്ല സുഗന്ധം നിറച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കാര്യം 5000 രൂപയുടെ പെർഫ്യൂം ബോട്ടിൽ വീട്ടിലിരിപ്പുണ്ട്. പക്ഷെ വീട്ടിൽ മുഴുവൻ വേർപ്പിൻ്റെ മണമാണ്. നിങ്ങളുടെ ദേഹത്തും വേർപ്പിൻ്റെ മണമാണ്. കാരണം എന്താ? സാധനം കയ്യിലുണ്ട്, പക്ഷേ അടിച്ചിട്ടില്ല. അടിക്കണമെങ്കിൽ ഞെക്കണം, ഇല്ലേ തുറക്കണം. തുറന്നാലേ മണം വരത്തുള്ളൂ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാകണമെങ്കിൽ അടച്ചു വെച്ചാൽ പോരാ. കൃപയുണ്ട്, വരങ്ങളുണ്ട്, ദാനങ്ങളുണ്ടെന്ന് പറഞ്ഞ് അടഞ്ഞിരുന്നാൽ പോരാ. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ജപമാല എല്ലാം പറ്റുന്നുണ്ട്, എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് വരങ്ങളും ദാനങ്ങളൊക്കെ ഉണ്ട്, വെരി ഗുഡ് എന്ന് പറഞ്ഞിരുന്നാൽ അടച്ചു വെച്ച 5000 രൂപയുടെ പെർഫ്യൂമാണ്. മണം കിട്ടണമെങ്കിൽ, നീ ക്രിസ്തുവിൻ്റെ പരിമളമാകണമെങ്കിൽ ഇത് തുറന്നേ മതിയാവും. പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ ഒന്ന് മണത്ത് നോക്കണോ? മണത്ത് നോക്കണ്ട അല്ലേ? അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. മണത്ത് നോക്കിയാലും അവരുടെ മുഖത്ത് നോക്കി ആ പരിശുദ്ധി, ആ പെർഫ്യൂം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബലം ചൂടണം. അപ്പം അതിന് പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇപ്പം നമ്മൾ വീട്ടിൽ കണ്ടില്ലേ, കുറേ നാൾ തുറക്കാത്ത കുപ്പി എങ്ങനെ തുറക്കും? നമ്മൾ തല്ലിപ്പൊട്ടിക്കത്തില്ല. എന്നാലല്ലേ സൈഡിലൊക്കെ 2 കുത്തൊക്കെ കൊടുത്ത് ഇങ്ങനെ തുണിയൊക്കെ കൂട്ടി പിടിച്ച് ഇച്ചിരി ചിലപ്പോൾ ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നല്ല കഷ്ടപ്പാടാണ്. കുറേ നാൾ തുറക്കാണ്ടിരുന്ന കുപ്പി തുറക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് കൃപയും വരങ്ങളും കിട്ടിയിട്ട്, ദാനങ്ങളും കിട്ടിയിട്ട്
അത് ഉപയോഗിക്കാതിരിക്കുന്നവർ ഒന്ന് അത് വെറുതെ ആയിപ്പോയി, രണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് അഭിഷേകത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചാലും തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. ഈ സാധാരണക്കാരോട് വചനം പ്രഘോഷിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കരിസ്മാറ്റിക്കാരോട് വചനം പ്രഘോഷിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആണോ? കാരണം നമുക്കിത് പെർഫ്യൂം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ഇപ്പം പൊട്ടുമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, നമ്മളെ ഒന്ന് തുറന്നെടുക്കാൻ ഇച്ചിരി പെടാപ്പാടാണ്. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാപം സാധാരണ മനുഷ്യരോട് പറഞ്ഞാൽ അവർ കണ്ണും പൂട്ടി വിശ്വസിച്ച് കണ്ണ് നിറഞ്ഞൊഴുകി ഹല്ലേലൂയ പറയും. പക്ഷെ നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി ബോധ്യങ്ങളൊക്കെ കിട്ടി, വചനമൊക്കെ പഠിച്ച് സോണിലെ ലീഡർഷിപ്പ്, മറ്റു കാര്യങ്ങൾ, പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ നയിച്ച് മുമ്പോട്ടൊക്കെ പോന്നു. നമുക്കിത് തുറന്നു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിശ്വസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുറക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മൾ കുറച്ച് പേര് തുറന്നാൽ നമ്മൾ നിൽക്കുന്ന സോണ്, കൂട്ടായ്മ, കുടുംബം, ഇടവക, രൂപത, സഭ മുഴുവനും ക്രിസ്തുവിൻ്റെ പരിമളത്താൽ നിറയപ്പെടും. ഈ അടച്ചു വെച്ച പെർഫ്യൂം ബോട്ടിലും തുറന്നാൽ മതി. നാർദീൻ തൈലം തുറക്കട്ടെ. അവള് ഈശോയുടെ കാൽച്ചോട്ടിൽ വന്നത് ബ്രോക്കൺ ജാറാണ്, പൊട്ടിച്ചു കളഞ്ഞതാണ്, ചുമ്മാ തുറക്കുകയല്ല. അവൻ്റെ കാൽച്ചോട്ടിൽ വന്ന് പൊട്ടിച്ചിട്ടു, സുഗന്ധം പരന്നു. അതുകൊണ്ട് പൊട്ടട്ടെ. ചിലപ്പോൾ ചില സഹനങ്ങളിലൂടെ ആയിരിക്കും അടപ്പ് തെറിക്കണം. നമ്മൾ പറയാറില്ലേ, എൻ്റെ അടപ്പ് തെറിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ചില സഹനങ്ങളായിരിക്കും. നമ്മൾ തുറക്കുകയെന്നൊക്കെ അറിഞ്ഞാൽ സഭയിൽ നിങ്ങളെ കൊണ്ട് ചില ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി ഈശോ ആഗ്രഹിച്ച് നിങ്ങൾക്ക് ചില വരങ്ങളും ദാനങ്ങളും തന്നിട്ട് നിങ്ങൾ ആ കുപ്പി തുറക്കാണ്ടിരുന്നാൽ, ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാണ്ടിരുന്നാൽ, ചില സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സുഗന്ധം എങ്ങനെയെങ്കിലും പരത്തണം എന്നുള്ളത് ഈശോ തീരുമാനിച്ച കാര്യമായതുകൊണ്ട് നീ കൈകെട്ടിയിരുന്നാൽ, മടി കാണിച്ചാൽ, കൃപയും വരങ്ങളും ദാനങ്ങളും ഒക്കെ തന്നിട്ട് അനങ്ങാണ്ടിരുന്നാൽ, ഇത് പൊട്ടാൻ വേണ്ടി ചിലപ്പോൾ ആ പൊക്കത്തുനിന്ന് ഈശോ ആ കുപ്പി ഉന്തി താഴെയിടും. വേദനയായിരിക്കും, സഹനമായിരിക്കും. ആ സഹനത്തിലൂടെ തന്നെ നിന്റെ പെർഫ്യൂം പുറത്തേക്ക് ഈശോ കൊണ്ടുവരും. ഈശോ ഉന്തിയിടുന്നതിന് മുമ്പ്, ഒരു സഹനം അനുവദിക്കുന്നതിന് മുമ്പ് ഈ അടപ്പ് എങ്ങനെയെങ്കിലും ഇങ്ങ് തുറന്നേക്കുക. ലോകത്തിന്, സഭയുടെ മക്കൾക്ക് നമ്മൾ സുഗന്ധമായിട്ട് മാറുക. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ അടപ്പിങ്ങനെ മുറുക്കി കളഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഗലാത്യ 5:17 എടുക്കാമോ? 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒത്തിരി ഇങ്ങനെ വരങ്ങളും ദാനങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി വായിച്ചുള്ള ഭാഗമാണ് ഗലാത്യ 5. അതിന് 22 ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുക. ആത്മാവിൻ്റെ ഫലങ്ങളും മറ്റു കാര്യങ്ങൾ, ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ട്. 5:17 ഒന്ന് വായിക്കാമോ? ഗലാത്യ 5:17 ഉറക്കെ ഒന്ന് വായിച്ചേ. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് കൊണ്ട്, ഒന്ന് ഒരുമിച്ച് വായിച്ചേ. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, ഓപ്പൺ ആയിട്ട് പൗലോസിലെ പറയാണ്, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫലം വരുന്നില്ല. കാരണം പറയാണ്, എന്തുകൊണ്ടാണ് ആനന്ദിക്കാൻ പറ്റാത്ത, എന്തുകൊണ്ടാണ് ഇത്രയും കാലം ശുശ്രൂഷ നിന്നിട്ട്, ഇത്രയും കാലം പ്രാർത്ഥനയിൽ നിന്നിട്ട് വ്യക്തി ജീവിതത്തിൽ ഒരു ഫലം കാണാത്ത കാര്യം പറയാണ്. ഒരു യുദ്ധം ഉള്ളിൽ നടക്കുകയാണ്. എന്ത് യുദ്ധം? ജഡത്തിന്റെ യുദ്ധവും ആത്മാവിൻ്റെ യുദ്ധവും. എന്ന് വെച്ചാൽ നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ച് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പൗലോസ്ലീഹയുടെ സങ്കടമല്ല. പുറത്ത് ഭയങ്കര പ്രാർത്ഥന, നന്മ, ചിരി, കളി എല്ലാം ഉണ്ട്. പക്ഷെ വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ആ വിശുദ്ധി, പരിശുദ്ധി ഒന്നും പാലിക്കുന്നില്ല. കൂട്ടായ്മയിൽ വരുമ്പോഴത്തേനും ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, വീട്ടിൽ ചെന്നിട്ട് അല്ലേലും വയ്യാന്ന് പറയുന്നു, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല. പുറത്തിറങ്ങി ദൈവസ്നേഹം എന്നുള്ളൊരു വാക്ക് മാത്രമേ സംസാരിക്കുള്ളൂ, അയൽപ്പക്കക്കാരോട് മിണ്ടത്തില്ല. കിട്ടുന്നുണ്ടോ? കുടുംബജീവിതത്തെക്കുറിച്ച് നിർത്താണ്ട് ക്ലാസ്സാണ്. ഭാര്യനെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കാണ്. ഈ ഒരു യുദ്ധം ഉള്ളിൽ നടക്കുകയാണ്. എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് മാത്രമാണ്. ഉണർന്നല്ലോ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വിരല് ചൂണ്ടലുകളല്ല. നിങ്ങൾ 2 സ്പീക്കറിൽ കൂടെ കേൾക്കുമ്പോൾ ഞാൻ 4-5 സ്പീക്കറിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ ഇത് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അച്ഛൻ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെയുള്ള അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നില്ല, വഴക്കാണ്. എന്നാ ചെയ്യും? ബലം ചൂടത്തില്ല. അപ്പോഴും പ്രസംഗം തുടരും, അപ്പോഴും ആളുകൾ ടോക്കിന് വിളിക്കും. പക്ഷെ എന്തുണ്ടാവില്ല? ഫലമില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. കൃപയ്ക്ക് കുഴപ്പമില്ല,
വരങ്ങൾക്ക് കുഴപ്പമില്ല, ദാനങ്ങൾക്ക് കുഴപ്പമില്ല, ഇതൊക്കെ ഇട്ട് സമൃദ്ധമായിട്ട് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വരുന്നില്ല. കാരണം എൻ്റെ ഉള്ളിലൊരു യുദ്ധം നടക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി പുന്നത്തറ സാറിൻ്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ പുസ്തകമാണെന്ന് തന്നെ ഒരു ഓർമ്മ, സമയം സമാഗതമായി എന്ന് പറഞ്ഞൊരു സുന്ദരമായ പുസ്തകമുണ്ട്. അതിൽ വായിച്ചാന്നോ? ഹേയ്, ഞങ്ങൾക്ക് അങ്ങനത്തെ ശീലം. ശുശ്രൂഷ മേഖല നിൽക്കുന്ന എല്ലാവരും വായിക്കണം കേട്ടോ. സമയം സമാഗതമായി, സ്വന്തം ഒരു കുഞ്ഞു പുസ്തകമാണ്. വളരെ സിമ്പിളായ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന കുറേയധികം എഴുത്തുകളാണ്. ഇതിനകത്തൊരു ഒരു കുഞ്ഞ് സംഭവം, കഥയല്ല, ഒരു സംഭവം ബെന്നിസാർ ഇങ്ങനെ പറയണത് 2017-2018 കണ്ടോ അമേരിക്കയിലെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു ഡാനിയൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ്റെ മുഴുവൻ പേര് ഞാൻ ഓർക്കുന്നില്ല, വായിച്ചപ്പോൾ ഉള്ള ഒരു ഓർമ്മയാണ്. 2018 കണ്ടാണ് അമേരിക്കയിലൊരു സ്റ്റേറ്റിൽ ഡാനിയൽ എന്നൊരു പയ്യൻ, അവൻ മരണപ്പെടുകയാണ്. ശ്രദ്ധിച്ചിരിക്കണേ, അവൻ കൊല്ലപ്പെട്ടു. അവൻ മരിച്ചത് ഒരു പെരുമ്പാമ്പ് അവൻ്റെ കഴുത്തിന് ചുറ്റി ഞെരിച്ച് കൊന്നു കളഞ്ഞു. അതാണ് പറ്റിപ്പോയത്. അപ്പോൾ പോലീസ് അന്വേഷണങ്ങൾ വന്നു. വീട് നോക്കുമ്പോൾ വീട്ടിൽ ഏകദേശം 18ഓളം പാമ്പുകൾ വേറെ ഉണ്ട്, പല ഐറ്റം പാമ്പുകൾ. എന്ന് വെച്ചാൽ അവനൊരു ഹോബിയാണ്. നമ്മൾ കളർ കോഴിക്കുഞ്ഞിനെ വളർത്തുന്ന പോലെ അവൻ പാമ്പിനെ വളർത്തിക്കൊണ്ടിരുന്നു. പൂച്ചനെയും പട്ടീനെയൊക്കെ വളർത്തുന്ന പോലെ പാമ്പിനെ. ഈ പെരുമ്പാമ്പ്, ഇവനെ കൊന്ന പെരുമ്പാമ്പ് ഡാനിയലിന് കുറേ നാൾ മുമ്പ് കിട്ടിയതാണ്. അതായത് ഈ പെരുമ്പാമ്പിനെ, ഈ പാമ്പും കുഞ്ഞിനെ കയ്യിൽ ഒതുക്കാൻ പറ്റുന്നൊരു സമയത്ത് കൈ കിട്ടിയതാണ്. അപ്പോൾ അവനതിന് പാലും തേനും ഒക്കെ മുട്ട ആണോ പെരുമ്പാമ്പിനെ നിങ്ങൾ തന്നെ കൊടുക്കുന്നത്? പഴമോ? അറിയത്തില്ല. എൻ്റെയും പ്രശ്നം അതാണ്, എനിക്കും അറിഞ്ഞൂടാ. അപ്പോൾ എന്തോ കൊടുത്തു, നൂഡിൽസോ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ പാമ്പിന് ഫുഡൊക്കെ കൊടുത്ത് ഇവൻ്റെ മുറിയിൽ തന്നെ അടുത്ത് കിടക്കുക. ഉപദ്രവമൊന്നുമില്ല. പെരുമ്പാമ്പിനെ കണ്ടിട്ടില്ലേ? ഒരു കരിസ്മാറ്റിക്കാരൻ്റെ സ്വഭാവമായിരിക്കും. ഉച്ച കഴിഞ്ഞുള്ള ശുശ്രൂഷയുടെ സമയത്ത് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, പത്തി വിടർത്തി ഒരൊറ്റ ഹല്ലേലൂയ, എന്നിട്ട് പിന്നെയും കിടക്കും. അങ്ങനത്തെ ഒരു ശുശ്രൂഷ പെരുമ്പാമ്പിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വലിയ ഉപദ്രവമൊന്നുമില്ല, അതങ്ങനെ ചതഞ്ഞ് അവിടെ കിടന്നോളും. നിങ്ങളതിൻ്റെ ഈ കഥകളിലോ ഇല്ലെങ്കിൽ ചിത്രങ്ങളിലോ ഒക്കെ കണ്ടിട്ടില്ലേ, സിനിമയിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, പെരുമ്പാമ്പ് ഇരവിഴങ്ങി അവിടെ കിടന്നോളും. അപ്പോൾ ഇത് വലിയ ഉപദ്രവമില്ല. പക്ഷേ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ഡാനിയൽ വളരുന്ന കൂടെ തന്നെ പെരുമ്പാമ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ പാലും തേനും കൊടുത്ത് മുട്ടയൊക്കെ കൊടുത്ത് വളർത്തി ആ പെരുമ്പാമ്പ് തന്നെയാണ് അവനെ കഴുത്ത് ഞെരിച്ചത്. ആരും സഹതപിക്കില്ല അല്ലേ? ഡാനിയലിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, അവൻ വളർത്തിക്കൊണ്ടിരുന്ന പാമ്പാണ്, അവനെ ഉപദ്രവിക്കില്ല. ബാക്കി 18-20 പാമ്പ് അവിടെ വേറെയുണ്ട്. നമുക്ക് ആ സംഭവം, അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ അവിടെ അവസാനിപ്പിക്കാം. ബെന്നിസാർ ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പാമ്പുകളെ ഒഴിവാക്കാതെ ശുശ്രൂഷ ഫലം വരത്തില്ലെന്ന്. ഇതാരും അറിയുന്നില്ല, ഈ പാമ്പിനെ വളർത്തുന്നത്. എപ്പോഴാണ് നാട്ടുകാരറിഞ്ഞേ? ഇവൻ ചത്ത് കഴിഞ്ഞിട്ടാണ്, ഇവൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ആളുകൾ അറിയുന്നത്. വീട്ടിൽ അപ്പനും അമ്മയും അറിയുമായിരിക്കും, അവർ പറഞ്ഞത് അവൻ കേട്ടും കാണില്ല. ഇനി അപ്പനും അമ്മയും വേണേൽ സപ്പോർട്ടും ആയിരിക്കും, അറിയത്തില്ലോ. ഇതൊരു സാധാ പാമ്പല്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാമ്പിനെ കുറിച്ച്, പെരുമ്പാമ്പിനെ കുറിച്ചല്ല. ഇങ്ങനെ എന്തോ ഒന്നിനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേ സമയം തന്നെ പുറത്ത് ഇടിവെട്ട് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക. എന്നെ സംഭവിക്കുന്നത്, ഒരു ദിവസം നാട്ടുകാരറിയും ഈ പുറത്തിറങ്ങിയതായിരുന്നില്ല, അകത്ത് പാമ്പിനെ വളർത്തുന്നുണ്ടായിരുന്നു. എപ്പോൾ അറിയും? ആ പാമ്പ് നിന്റെ കഴുത്തെ ചുറ്റി, അപ്പോഴറിയും. അന്ന് സഭയ്ക്കുണ്ടാകുന്ന മുറിവ് ചെറുതല്ല. കിട്ടുന്നുണ്ടോ? സാധാരണക്കാരി തെറ്റ് ചെയ്ത് വീഴുന്നത് പോലെയല്ല ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്ന, പ്രാർത്ഥനാ മേഖലയിൽ നിൽക്കുന്ന ഒരുത്തി വീണാൽ. അതുകൊണ്ട് സഭയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആ ഫലം വരാൻ സാധ്യത കുറയ്ക്കുന്ന, ഈ പെർഫ്യൂം ബോട്ടിലിൻ്റെ അടപ്പ് തുറക്കാൻ തടസ്സമായി നിൽക്കുന്ന ആ പാമ്പിനെയൊക്കെ ആദ്യം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടേ ഫലം വരത്തുള്ളൂ. ഇല്ലേ, ഫലം ചൂടില്ല. ഉള്ളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. വ്യക്തിപരമായിട്ട് ഓരോന്ന് പേഴ്സണലി ചിന്തിച്ചാൽ മതി. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ ഈശോ ഏൽപ്പിച്ച സഭയെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ വരങ്ങളും ദാനങ്ങളും തന്നിട്ട് ബലം ചൂടാൻ തടസ്സമായി നിൽക്കുന്ന ആ പാമ്പുകൾ എന്തൊക്കെയാണ് ഞാനിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മുറിച്ച് കളയേണ്ട ഒരു സമയത്ത്, ഇറക്കി വിടേണ്ട ഒരു സമയത്ത് ഇറക്കി വിടാതെ അതിനെ ഇങ്ങനെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇത് കഴുത്തെ ചുറ്റും. അന്ന് നാട്ടുകാർ മുഴുവൻ അറിയും, സഭ നാണം കെടും. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും സുന്ദരമായ എന്ന വിഷമിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് അറിയാം, സാംസൺ അല്ലേ? ഇങ്ങനെ നിന്നു, മിടുക്കനായിട്ടൊക്കെ നിന്നു. മുടി മുറിച്ചെന്ന് വെച്ചാൽ മുടി വെട്ടിയതായിരുന്നില്ല പ്രശ്നം, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയൊരു സമയം. വചനത്തിൽ ഇങ്ങനെയാ വായിക്കുക, അവൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയത് അവൻ അറിഞ്ഞില്ലെന്ന്. അവൻ അപ്പോഴും മല്ലയുദ്ധം, മസിലൊക്കെ പിടിച്ചുകൊണ്ടങ്ങ് നടക്കുകയാണ്. അവൻ അപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്.
കണ്ണ് പോലും കാണുന്നില്ല. ഒരിക്കൽ ഫിലിസ്ത്യ ശത്രുക്കളെ മുഴുവൻ ഇങ്ങനെ ഒരു കഴുതയുടെ താടിയല്ലുകൊണ്ട് വധിച്ചവൻ ഒരു കൊച്ച് അവൻ്റെ കയ്യെ പിടിച്ച് നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. അത്ര അഭിഷേകം ഉണ്ടായിരുന്ന ഒരുത്തൻ ഈ പേഴ്സണൽ ലൈഫ് ശ്രദ്ധിക്കാതെ പോയപ്പോൾ പറ്റിയ അപകടമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. പൗലോസ്ലീഹയൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, നിൽക്കുന്നുവെന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. 1 കൊരിന്തോസ് 10:11-12 വാക്യങ്ങളാണ്. നിൽക്കുന്നുവെന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾ നിൽക്കുന്നുണ്ട് നാട്ടുകാരുടെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ, പക്ഷേ ഉള്ളിൽ, വീടിനകത്ത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് ചിന്തിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. എഴുന്നേക്കാം. എന്നോട് ആർക്കും അസൂയ തോന്നുന്നത് എനിക്കിഷ്ടമല്ല. കുറേ നേരം ഞാൻ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അസൂയ തോന്നും. അച്ഛൻ മാത്രം നിന്ന് സൂഹിക്കുന്നു. ആരും അസൂയപ്പെടരുത്. നിങ്ങൾ എഴുന്നേക്ക്. വെരി ഗുഡ്. ഞാൻ പറയുന്നതൊക്കെ കുറച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ? മതി, മുഴുവനായിട്ടൊന്നും മനസ്സിലാവരുത്. മുഴുവനായിട്ട് മനസ്സിലാക്കരുത്. ബാക്കി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യങ്ങൾ തരണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പിടികിട്ടുന്നുണ്ടോ? ബലം തരാതെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന സാധനങ്ങൾ അതുകൊണ്ട് ഓരോരുത്തരും. ചിലപ്പോൾ ചുമ്മാ വലിയ വലിയ മാരക പാപങ്ങളൊന്നും ആയിരിക്കില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കുഞ്ഞു സാധനമായിരിക്കും. ദേഷ്യം അല്ലേ? കൃപ ചോർത്തിക്കളയുന്ന സാധനമാണ്. കൂടെ നിൽക്കുന്നവരോടുള്ള ഒരു അസൂയ കൃപ ചോർത്തിക്കളയുന്ന സാധനമാണ്. സാവൂളിൻ്റെയും ദാവീദിൻ്റെയൊക്കെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു കുഞ്ഞ് അസൂയ സാവൂളിൽ തോന്നിയതാണ്. അവൻ്റെ ജീവിതം മുഴുവൻ തീർന്നു. എങ്ങനെ മരിച്ചു? ആത്മഹത്യ ചെയ്തു. കൂടെ നിൽക്കുന്ന ഭടനോട് വാള് പിടിച്ചോളം പറഞ്ഞു. ആ വാളയിലേക്ക് ചാടി വീണ് സാവൂൾ മരിക്കുകയാണ്, ആത്മഹത്യയാണ്. കുഞ്ഞ് ദാവീദിനോട് തോന്നിയ അസൂയാണ്. എന്നുവെച്ചാൽ കുഞ്ഞു കാര്യങ്ങൾ. ഉത്തമഗീതത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. വലിയ കരടീനെയും സിംഹത്തെയും തിമിംഗലത്തെയും ആനേനെ അല്ല, നിങ്ങളുടെ ചെറു കുറുക്കന്മാരെ സൂക്ഷിക്കുക. ഈ ഹൈ റേഞ്ചിലുള്ള നിങ്ങളോട് അതിനെക്കുറിച്ച് പറയേണ്ടതല്ലോ. തുരന്ന് തിന്നുന്നവന്മാരെ കുറിച്ച് പറയണോ? നമ്മളറിയുന്നില്ല. മേളിൽ പച്ച ഇലയൊക്കെ ഉണ്ട്, പക്ഷേ കൂടം തുറന്നു നോക്കിയപ്പോൾ അല്ല, കപ്പക്കൂടം എന്നെ അതിന് പറയുന്നത്. ഞാൻ ഈ തിന്നുള്ള ശുശ്രൂഷ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നട്ട ശുശ്രൂഷ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അല്ലേ? കപ്പയുടെ മൂട് നോക്കുമ്പോൾ കമ്പ് മാത്രമേ ഉള്ളൂ. ആരാ തുറന്നേ? നമ്മളറിഞ്ഞില്ല. നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകളൊന്ന് അടച്ച്. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വിളിച്ചത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി. ഒരു നറുമണം പോലെ, ഒരു നാർദീൻ സുഗന്ധതൈലം പോലെ ഞാൻ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ, എൻ്റെ സഭയിൽ എൻ്റെ കൃപകൾ ഉപയോഗിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫലങ്ങൾ ചൂടാൻ വേണ്ടി അങ്ങനെ വിളിച്ചത്. എല്ലായിടത്തും ഒരു സുഗന്ധമാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് തുറക്കുന്നില്ല. ഞാനത് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് തുറക്കാൻ തടസ്സമായി നിൽക്കുന്ന കുറേ അധികം കുഞ്ഞു ചെറുകുറുക്കന്മാരെ, പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ, എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അങ്ങനെ തടസ്സമായി നിൽക്കുന്ന എല്ലാം പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണമേ പരിശുദ്ധാത്മാവേ. അങ്ങയുടെ അഗ്നി അയച്ച് അതിനെല്ലാം എരിയിച്ച് കളയണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ 2 ഉയർത്തി ഒരു 10 പേർ കേൾക്കാവുന്ന സ്വരത്തിൽ ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു കയ്യിലൊന്ന് പിടി, കണ്ണിൽ നോക്കി തുറച്ചു നോക്കിയിട്ട് പറ, ഫലം ചൂടണം. പറഞ്ഞേ, പറ. വരങ്ങൾ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. പറഞ്ഞേ, ദാനങ്ങൾ തന്നിട്ടുണ്ട്. പറ. നിങ്ങൾക്ക് അടുത്തിരിക്കുന്നവരുടെ അസൂയാണോ? പിന്നെ എന്നെ അതൊക്കെ പറഞ്ഞു സമ്മതിക്കാൻ ഒരു മടി. പറ, വരങ്ങൾ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്, ദാനങ്ങൾ തന്നിട്ടുണ്ട്, കൃപ തന്നിട്ടുണ്ട്. ഇനി മുഖത്ത് നോക്കി ചിരിക്കാതെ പറ, ഫലം നീ ചൂടണം. പറഞ്ഞേ. എന്നോടും പറ, ഫലം ചൂടണം, അല്ലാണ്ട് കാര്യമില്ല അല്ലേ? ഫലം ചൂടണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴും ശ്രദ്ധിച്ചു നോക്കണം. പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ഈശോ വരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മളെ നോട്ടം ഇട്ടിട്ടുണ്ട്. ആണോ? ഇവൻ കൊള്ളാം, ഇവള് കൊള്ളാമെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്. ഞങ്ങളോട് സഭയിൽ ഞങ്ങളുടെ അച്ഛന്മാർ, ഗുരുക്കന്മാർ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. എവറി അപ്പോയിൻമെന്റ് ഈസ് ആൻ അക്നോളജ്മെന്റ്. ഓരോ അപ്പോയിൻമെന്റുകളും, ഓരോ ഉത്തരവാദിത്തങ്ങളും ഒരു വിശ്വാസമാണ്. നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള അധികാരിയുടെ വിശ്വാസം. ഒരു കുഞ്ഞു പ്രാർത്ഥന കൂട്ടായ്മ ലീഡ് ചെയ്യുന്നതാവട്ടെ, സോണിന്റെ ഹെഡ് ആവട്ടെ, ഇത് ഈശോ ഏൽപ്പിച്ചപ്പോൾ ഈ അധികാരിക്ക്, ആർക്ക്? ഈശോയ്ക്ക് ഒരു വിശ്വാസം നിന്നിൽ ഉണ്ട്.
നിന്നെ കണ്ടതുകൊണ്ടും നിന്റെ പ്രവൃത്തി കണ്ടതുകൊണ്ടും നിന്റെ ജീവിതം കണ്ടതുകൊണ്ടും നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഈശോയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നിന്നെ ഏൽപ്പിച്ചത്. എന്ന് വെച്ചാൽ അവൻ നിന്നെ നോട്ടം വിട്ടിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നോട്ടം വിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നീ വളർത്തിക്കൊണ്ടിരിക്കുന്ന ചെറുകുറുക്കന്മാരെയും പാമ്പും കുഞ്ഞുങ്ങളെയും ഈശോ നോട്ടം വിട്ടിട്ടുണ്ട്. മറ്റൊരു വാക്കിൽ നീ അതിനെ വളർത്തുന്നത് അവൻ കാണുന്നുണ്ട്, മറ്റാരും കാണുന്നില്ല. കിട്ടുന്നുണ്ടോ? മറ്റാരും കാണുന്നില്ല. ഇപ്പൊ കൈപിടിച്ചവർ കണ്ടോ? നിങ്ങളെ വിശ്വാസമാണ് അവർക്ക്. ചാച്ചി നല്ല പ്രാർത്ഥനയാണ്, ചാട്ടൻ നല്ല പ്രാർത്ഥനയാണ്, പക്ഷെ ഇതാര് കാണുന്നുണ്ട്? ഈശോ കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നേരം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുറുക്കൻ കുഞ്ഞിനെയും പാമ്പു കുഞ്ഞിനെയും ആര് കാണുന്നുണ്ട്? ഇൻചാ അൽത്താരെ നിന്നോണ്ടങ്ങ് പ്രസംഗിക്കുവാണല്ലേ എന്ന് മോളിൽ നിന്ന് കർത്താവ് പറയാണ്. പക്ഷെ നിന്റെ പാമ്പും കുഞ്ഞിനെ, നിന്റെ കുറുക്കൻ കുഞ്ഞിനെ എനിക്ക് അറിയാം. അവൻ നോട്ടം ഇട്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. തിരുത്തിയെടുക്കുക. ഏറ്റവും പെട്ടെന്ന് ആ കുറുക്കനെ കണ്ടുപിടിക്കുക. അറിയാം ഇറക്കി വിട്ടേക്ക്, ഇല്ലെങ്കിൽ അടപ്പ് തുറക്കത്തില്ല, പെർഫ്യൂം പുറത്തേക്ക് വരില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം. വെളിപാട് പുസ്തകം ഒന്ന് എടുക്കാവോ? വിശുദ്ധത്തിലെ അവസാനത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ സഭാജീവിതം നയിക്കുന്നവർ, പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖല നിൽക്കുന്നവർ, പ്രാർത്ഥനാ ജീവിതം ആത്മീയ ജീവിതം ഒക്കെ ആയിട്ട് മുന്നോട്ട് വളരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3-ാമത്തെ അധ്യായം വെളിപാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം സാർദീസിലെ സഭയ്ക്ക് എഴുതിയ കത്താണ്. വെളിപാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാവോ? സാർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ സപ്താത്മാക്കളും, നിങ്ങൾ ബൈബിൾ ഉള്ളവർ ഉറക്കെ വായിച്ചു കേട്ടോ, സപ്തതാരങ്ങളും ഉള്ളവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. എന്താ വചനം ക്ലിയർ ആണോ? നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു എന്ന് വെച്ചാൽ കർത്താവിനെല്ലാം അറിയാം. നീ ശ്രദ്ധിച്ചേ, ഇത് പേഴ്സണലി എടുക്കണം. നമ്മൾ എന്നോട് ഈശോ പറയുന്നതായിട്ട് തന്നെ അങ്ങ് എടുത്ത്, ജീവിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷെ നീ മൃതനാണ്. ആക്റ്റീവാണ്, മിനിസ്ട്രി ആക്റ്റീവാണ്, പ്രാർത്ഥനാ ജീവിതം ആക്റ്റീവാണ്, എല്ലാം ആക്റ്റീവാണ്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ ചത്ത് ചീഞ്ഞ് കിടക്കുന്നുണ്ട്. ആ പെർഫ്യൂം പുറത്തോട്ട് വരുന്നില്ല. എന്നാ ചെയ്യേണ്ടത്? 2-ാമത്തെ വാക്യം, ഉണരുക. ആദ്യത്തെ കാര്യം എന്താ? ഉണരുക. ഉറങ്ങുന്നവനെ ഉണരുക. ഏത്? ഉച്ചമയക്കത്തിൻ്റെ കാര്യമല്ല. ഇതിനെക്കുറിച്ച് നല്ല ബോധ്യങ്ങൾ കിട്ടിയിട്ടും എന്നിട്ട് ഉറക്കം നടിക്കുന്നവരെ ഉണരുക. ദാറ്റ്സ് ഫസ്റ്റ് തിങ്. ആദ്യത്തെ കാര്യം ഉണരുക. വായിച്ചേ, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. ഒന്ന് ഉണരുക, 2 ഉത്തേജിപ്പിക്കുക. അടുത്ത വചനോട് വായിച്ചോ, എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതായത് ഈശോ കൃപയും വരങ്ങളും തന്നിട്ട് ഫലം നീ കാണിക്കുന്നില്ലെന്ന്. എന്നെ ആദ്യം ചെയ്യേണ്ട എന്താ? ഉണരുക, അവെയർ ആവുക. എനിക്ക് തന്ന വരങ്ങളെ, ഫലങ്ങളെ, ദാനങ്ങളെ ഞാൻ എന്താ ഉപയോഗിക്കാത്ത, എന്താ ഫലം വരാത്ത, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്താ തടസ്സമായിട്ട് നിൽക്കുന്നത്? ഉണരുക. ഇപ്പൊ തീർന്നു എന്ന് തോന്നുകയാണ്, ആസന്ന മരണമായി കിടക്കുകയാണ്, അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കുക. സാംസനെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? അവൻ്റെ അവസാനത്തെ ഒരു യുദ്ധമുണ്ട്. കർത്താവിനോട് അവൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരൊറ്റ തവണയും കൂടെ ശക്തി തരാമോന്ന്. അവനെ 2 തൂണുകൾക്കിടയിലൊക്കെ കെട്ടി നിർത്തുന്നുണ്ട്. ഒരിക്കൽ അഭിഷേകം കിട്ടിയവൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഈശോ ഒരു തരി തരും. പക്ഷെ അവസാനത്തെ തരി കിട്ടി അവനൊന്ന് കത്താൻ നോക്കിയപ്പോൾ ആളി കത്തിയില്ല. അവനൊന്ന് കത്താൻ ശ്രമിച്ചപ്പോൾ അടുത്ത് നിന്ന ശത്രുക്കളെ എല്ലാം കൊല്ലാൻ പറ്റുന്ന രീതിയിൽ മതിലും തൂണുമൊക്കെ ഇടിച്ച് മറിച്ച് അവനൊരു അവസാന യുദ്ധം വിജയിക്കുന്നുണ്ട്. പക്ഷെ ആ യുദ്ധം അവസാനിച്ചത് ഇങ്ങനെയാണ്, ആ തൂണിനടിയിൽപ്പെട്ട് ആരും മരിച്ചു? സാംസണും മരിച്ചു. അതാണ് അപകടം പറ്റിപ്പോകുന്നത്. ഈശോ ഒത്തിരി തവണ നമുക്ക് ഈ വേക്കപ്പ് കോൾ, എഴുന്നേക്കാനുള്ളൊരു ആഹ്വാനം തരും. കേൾക്കുന്നില്ല. ഒരിക്കൽ അഭിഷേകം കിട്ടിയതായതുകൊണ്ട് അവസാനം വരെ അത് തരി ഈശോടെ വെച്ചേക്കും, മുദ്ര പതിപ്പിച്ചേക്കാണല്ലോ അല്ലേ? കാറ്റക്കിസം സഭയുടെ മതബോധകരെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മാമോദീസായിൽ നിങ്ങളുടെ മേൽ വെച്ച മുദ്ര ഒരു പാപത്തിനും അതിനെ എടുത്തു മാറ്റാൻ പറ്റില്ല. റിസൾട്ട് വരുത്താൻ വേണ്ടി തടസ്സമായി നിൽക്കും, ബലം ചൂടുന്നതിന് തടസ്സമായി നിൽക്കും നിങ്ങളുടെ പാപങ്ങൾ. പക്ഷെ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മുദ്ര ഒരിക്കലും എടുത്തു മാറ്റപ്പെടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകം നിൽക്കും, പക്ഷെ അഭിഷേകം നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താ? പ്രിയപ്പെട്ട റോയ് പാലാട്ടി അച്ഛൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റോയ് പാലാട്ടി അച്ഛൻ CMIയിലെ നല്ല വിശുദ്ധനായ ഒരു അച്ഛനാണ്. അച്ഛൻ വൈദികർക്ക് വേണ്ടി പറഞ്ഞൊരു പ്രത്യേക കാര്യമാണ്. അച്ഛൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, അഭിഷേകം നഷ്ടപ്പെട്ട അഭിഷിക്തൻ അഭ്യാസിയാണ്. സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? അഭിഷേകം നഷ്ടപ്പെട്ട അഭിഷിക്തൻ അഭ്യാസിയാണ്. അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വൈദികരെ കുറിച്ച് മാത്രമായിട്ടും ചിന്തിക്കൽ. മാമോദീസായിൽ അഭിഷേകം കിട്ടിയവരാണ് നമ്മൾ, അഭിഷിക്തരാണ്. അഭിഷേകം നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്നായി മാറും? അഭ്യാസിയായിട്ട് മാറും.
അല്ല, ഈ അൾത്താരയിൽ നിന്ന് അപ്പോഴും എനിക്ക് അഭ്യാസം കാണിക്കാം, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എനിക്ക് അപ്പോഴും ഷോ കാണിക്കാം, അപ്പോഴും എനിക്ക് ഒച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ എന്തില്ല ഉള്ളിൽ? അവൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയത് അവൻ അറിഞ്ഞില്ല. അവസാനത്തെ ഒരു യുദ്ധത്തിൽ മതിൽ മറിഞ്ഞ് വീഴുന്നതിൻ്റെ കൂടെ നീയും അതിനിടയിൽ പെട്ടുപോകും. അതുകൊണ്ട് ആ വെളിപാട് ഗ്രന്ഥത്തിൽ ഇത് കൃത്യമായിട്ട് പറയുക, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്, നീ ഉണരുക, ഉത്തേജിപ്പിക്കുക. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? 3-ാമത്തെ വാക്യം വായിച്ചേ. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ചത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും എന്നാ പറഞ്ഞേക്ക. നമുക്കതൊക്കെ പറഞ്ഞ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാൻ തോന്നല്ലേ? മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ നമുക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നന്നായിട്ട് ഓടിയാൽ കിരീടമുണ്ട്, നന്നായിട്ട് ഓടിയില്ലെങ്കിൽ കള്ളൻ വരും. നമുക്ക് വലിയ റിസൾട്ടൊന്നും ഇല്ലെങ്കിലും കർത്താവ് ഒരു റിസൾട്ട് തരും. ഒന്നുകിൽ അടി, ഇല്ലെങ്കിൽ വടി, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കർത്താവ് ഉത്തരം തരും. 3-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയിൽ ഈ ലാവോദിക്കയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചൂടും തണുപ്പും ഇല്ലാത്തത് കൊണ്ട് നിന്നെ ഞാൻ എൻ്റെ വായിന്ന് തുപ്പിക്കളയെന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ടാകണം എന്നാണ് പറയും, ഫലം ചൂടണം. ഇത് പറയുന്നുണ്ട്, കാഴ്ച നേടാൻ കണ്ണിൽ എഴുതാൻ അഞ്ജനം നീ എന്നോട് ചോദിച്ചു വാങ്ങണം. നിന്റെ കണ്ണ് തുറക്കാൻ, നിനക്ക് കാഴ്ച തെളിയാൻ, നീ മുന്നോട്ടിന് ജീവിക്കാൻ, ശുശ്രൂഷ നയിക്കാൻ, സഭയെ നയിക്കാൻ നീ എന്നോട് അഞ്ജനം ചോദിച്ച് വാങ്ങുക, കണ്ണിൽ എഴുതാൻ, നിന്റെ കണ്ണ് തെളിയാൻ വേണ്ടിയിട്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ അഞ്ജനമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. അത് ജ്വലിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരങ്ങളും ദാനങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. റിസൾട്ട് വരണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 7:37, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിച്ചതുപോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ഈ അരുവി ഒഴുകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ആഗ്രഹിക്കുക, ദാഹിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളിൽ ജ്വലിക്കണമേ. എൻ്റെ സഭയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ വരങ്ങളും ദാനങ്ങളും തന്നിട്ടുണ്ട്. അതിന് ഫലം ചൂടാൻ വേണ്ടി പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് ആഗ്രഹിക്കുക, ദാഹിക്കുക, പ്രാർത്ഥിക്കുക. ചേർന്ന് പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ദാഹിക്കുന്നവരാണോ നിങ്ങൾ? പരിശുദ്ധാത്മാവെന്ന് ജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുകയും ദാഹിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെന്ന് കയ്യെടുത്തിക്ക്. ഞാൻ ഉടനെ പൊക്കോളാം. ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? വെരി ഗുഡ്. ഒരു ക്ലാപ്പടിച്ച് നിങ്ങൾ കൊള്ളാം. വെരി ഗുഡ്. ഒരെണ്ണം പറയുമ്പോൾ ഒന്ന് അടിക്കണം. ഇല്ല, നീ ചുമ്മാ കടബാധ്യത വരുന്ന കേട്ടോ. ഒന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ, ദാഹിക്കുന്നുണ്ട്. ഈശോ അതിനോട് ചേർത്ത് പറയുന്നവരുണ്ട്, ആരുടെ ഉള്ളിൽ നിന്നാണ് ഈ ജീവജലത്തിന്റെ അരുവി ഒഴുകുക? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്. അതായത് ഈശോയെ രക്ഷകനും നാഥനുമായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരാളുടെ പരിശുദ്ധാത്മാവ് ഫലം ചൂടത്തുള്ളൂ. പൗലോസിലെ പറയില്ലേ, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉള്ളവർ കൈർത്തിക്കേ. വെരി ഗുഡ്. 2-ാമത്തെ ക്ലാപ്പ് മതി. വെരി ഗുഡ്. നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? ജീവജലത്തിന്റെ അരുവി ഒഴുകുന്നുണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഈശോയെ മാത്രമേ ദൈവമായി ഏകരക്ഷകനായി വിശ്വസിക്കുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ, ഏറ്റുപറയുന്നുള്ളൂ. ഇത്രയും പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന നിങ്ങളോട് ഞാൻ അന്യദേവാരാധനയെക്കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. നിങ്ങളതൊന്നും ചെയ്യുന്നില്ല. അതെന്നെ സാധനം അച്ഛാ എന്ന് വരെ നിങ്ങൾ ചോദിക്കും. നിങ്ങൾ അത്രയും ശുദ്ധരും പരിശുദ്ധരുമാണ്. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചില ദൈവങ്ങൾ നമ്മുടെ ഇടയിലുണ്ടെന്ന്. അതാ പ്രശ്നം. എന്താണെന്നറിയോ? ഇപ്പം ഈ ശുശ്രൂഷ അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ഈശോയെ ഇത്രയും പേരെന്നെ കേട്ടിരുന്നല്ലോ, അടുത്ത സ്ഥലത്ത് ഞാൻ തന്നെ വേണം പ്രസംഗിക്കാൻ, വേറെ അച്ഛന്മാരെയൊന്നും വിളിക്കണ്ട. ഇപ്പൊ ശുശ്രൂഷ കഴിയുമ്പോൾ ജിൻസച്ചൻ ഈശോയാണോ ആരാധിക്കുന്നത് അതോ എന്നെ തന്നെയാണോ ആരാധിക്കുന്നത്? ആ ഉത്തരം പറയത്തില്ലല്ലേ. നിങ്ങളുടെ വായിൽ 2 ഏത്തപ്പഴം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ശുശ്രൂഷയെ നിൽക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രലോഭനാണിത്. അതായത് ഈ ക്രെഡിറ്റ് മുഴുവനും കൂടെ നിങ്ങൾക്കല്ല കേട്ടോ, നിങ്ങൾക്കല്ല, എനിക്കാണ്. ഈ ക്രെഡിറ്റ് മുഴുവനും കൂടെ ആർക്ക് വേണം? എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഈശോ പോലും ഉണ്ടാവില്ല. ഈശോക്ക് അവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് പറ്റിപ്പോകുന്ന വലിയൊരു അബദ്ധമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ സഭയിൽ കൃപയും വരങ്ങളും ദാനങ്ങളും കിട്ടിയവർക്ക് പറ്റുന്ന വലിയൊരു പ്രലോഭനമാണ്. പിശാച് ആകർഷണം മുഴുവൻ നമ്മിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ഭയങ്കര പഠിപ്പീര് തുടങ്ങും. ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? അയ്യോ ഇതെന്നെ ഒരു വരവില്ലല്ലോ, കണ്ടിട്ടൊരു വരവില്ലല്ലോ, ആ വരവില്ല, ഈ വരവില്ല, ഒന്നുമില്ലല്ലോ. ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ സോണിന്റെ കൂട്ടായ്മ ഞാൻ ലീഡ് ചെയ്ത് കണ്ടില്ലേ?
ഇങ്ങനെയാണോ ചെയ്യുന്നത് ജോണി ചേട്ടാ? ജോണി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, പെട്ടെന്ന് വന്ന വാക്കാണ്. ഇങ്ങനെയാണ് ജോണി ചേട്ടാ ലീഡ് ചെയ്യണേ. ഞാൻ ലീഡ് ചെയ്ത് കണ്ടില്ലേ? ഇപ്പം ഞാൻ ആരായി? ഞാൻ ഈശോയെക്കാട്ടും മുകളിലായി. ക്രെഡിറ്റ് ഈശോയെ കൊടുക്കില്ല. ശുശ്രൂഷ നയിച്ച ഈശോയാണെന്ന്, കൃപ തന്ന് പരിശുദ്ധാത്മാവാണെന്ന് പറയില്ല. വരം, ആരുടെ വരം? നമ്മളങ്ങനത്തെ പ്രലോഭനങ്ങൾ ഒപ്പിക്കുകയും ചെയ്യും. പിന്നെ അതെ, രണ്ടച്ഛന്മാർ അവർ പുറത്ത് നിൽക്കുന്നു, അവരുടെ അടുത്ത് പോകണ്ട, എന്ത് വരാണ്? ആൾക്കാരെ നിൽക്കുന്നത് ജിൻസച്ചൻ്റെ അടുത്ത് പോകും, അച്ഛന് വരമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളാ പുറത്ത് നിൽക്കുന്ന അച്ഛന്മാരെ പുറത്താക്കുകയും ചെയ്യും, ആൾക്കാരെ നിൽക്കുന്നവനെ ഈശോയാക്കുകയും ചെയ്യും. ഇത് നമ്മൾ ചെയ്തു കൂട്ടുന്ന അബദ്ധങ്ങളാണ്. ആണോ? ഇങ്ങനെ സെലക്ട് ചെയ്ത് കുറച്ച് പേരെ മാത്രം കേൾക്കുന്നു, കുറച്ച് പേരുടെ ശുശ്രൂഷയ്ക്ക് പോകുന്നു, കുറച്ച് ധ്യാന കേന്ദ്രങ്ങളിൽ മാത്രം പോകുന്നു, സ്വന്തം ഇടവപ്പള്ളി കയറത്തുമില്ല. കൊണ്ടല്ലേ? കൊള്ളുന്നത് നല്ലതാണ്. ഇല്ല, ഇടവപ്പള്ളി പോകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോണേ. ഈശോയെ വിശ്വസിക്കുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകൂ. ഈശോയെ ദൈവവും കർത്താവെ ആരാധിക്കുന്നവൻ്റെ ഉള്ളിലെ ഈ അഭിഷേകം ഒഴുകൂ. അതിന് പകരമായിട്ട് നമ്മളെ തന്നെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നമ്മളെ തന്നെ ഒരു ആരാധന ബിംബമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ, നമ്മുടെ സോണിൽ ഒക്കെ എന്നെ നോക്കി പഠിക്കുന്നുള്ള ഒരു പ്രലോഭനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ജീവജലം ഉണ്ടാകും, അരുവി ഉണ്ടാകും, ഒഴുകത്തില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ: ഒന്ന് ദാഹിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക; രണ്ട് ഈശോയിൽ വിശ്വസിക്കുക. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൂക്ക 24:49. ആ വചനം നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നോട്ടീസിലുണ്ട്. എന്താണത്? ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അതിൻ്റെ വേറൊരു വേർഷൻ നമ്മൾ അപ്പസ്തോലപ്രവൃത്തി 1:4 കാണുന്നുണ്ട്. ഉന്നതത്തിൽ നിന്ന് ആ ശക്തി സ്വീകരിക്കുന്നവരെ ജെറുസലേം വിട്ട് പോകരുത്, ഇവിടെ നിങ്ങൾ കാത്തിരിക്കണം. അപ്പസ്തോലപ്രവൃത്തി 1:4, 8 ഒക്കെയാണ്. അവിടെ കാത്തിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ചാൽ പോരാ, ദാഹിച്ചാൽ പോരാ, പ്രാർത്ഥിച്ചാൽ പോരാ, ഈശോയിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും വരങ്ങളും ദാനങ്ങളും നിറയാൻ വേണ്ടി നിങ്ങൾ, അത് ഫലം ചൂടാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഇരിക്കുന്നവർക്കേ അഭിഷേകം വരത്തുള്ളൂ. ജെറമ്യാ 23 കർത്താവ് ഇങ്ങനെ പ്രവാചകരെ കുറിച്ച് പറയുന്നുണ്ട്: അവരെ ഞാൻ അയച്ചിട്ടില്ല, കാരണം അവർ എൻ്റെ അടുത്ത് ഇരുന്നിട്ടില്ല. എൻ്റെ അടുത്തിരുന്നവരെ മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശുശ്രൂഷ നിൽക്കുന്നവർ, സഭയെ മുന്നോട്ട് നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരാധനയ്ക്ക് പോയിട്ട് കുത്തി ഇരുന്നോളുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജ്വലനം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കൃപയും വരങ്ങളും ദാനങ്ങളും, അത് 100 മേനി ഫലം ചൂടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സാണ് ദിവ്യകാരുണ്യ ആരാധന. അവിടെ ആ ചൂടത്ത് പോയി ഇരുന്നോണം. ചൂട് കിട്ടിയാൽ കത്തിപ്പടർന്നോളും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ തന്നേക്കുന്ന കനലൊരിക്കലും കെട്ടുപോകത്തില്ല. നിങ്ങൾ തീ പോലെ കത്തി ജ്വലിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. ആളിക്കത്തുന്ന തീ ചിലപ്പോൾ പെട്ടെന്ന് കെട്ടുപോയേക്കാം. കനല് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ഇടയ്ക്ക് തണുത്തു പോകുമായിരിക്കും, പക്ഷെ അത് കെട്ടുപോകത്തില്ലെന്ന്. കാരണം തന്നത് പരിശുദ്ധാത്മാവാണ്. പണ്ടത്തെ വീടുകളിൽ നിങ്ങൾ ഓർക്കുന്നില്ല, ഇപ്പം ആ വീടില്ല, ആ അടുപ്പും ഇല്ലായിരിക്കും. പണ്ട് നമ്മൾ ആ അടുപ്പ് വൈകുന്നേരം അണയ്ക്കുന്നുണ്ടാകുന്നല്ലോ. രാവിലെ വന്നിട്ട് അമ്മച്ചും അപ്പച്ചനും ആരാണ് അടുക്കളയിൽ കയറുന്നത്? ഒരു പൈപ്പെടുത്ത് ഒരു ഊതുമ്പോൾ ചാരം മാറും, കനല് തെളിയും. ആ ദിവസം മുഴുവൻ കഞ്ഞി വെക്കാനുള്ള തീ അവിടെ തുടങ്ങും. ഈ കനല് പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചാരം മൂടി അതിങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. കാറ്റൊന്നുകൂടെ അടിക്കട്ടെ. കാറ്റടിക്കണമെങ്കിൽ കാറ്റ് വരുന്നിടത്ത് ഇരിക്കണം. കിട്ടുന്നുണ്ടോ? ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നിടത്ത് നല്ല കാറ്റാണ്. പുറത്തിറങ്ങി നോക്ക്, എന്നാ കാറ്റാ. ഇതിനകത്ത് കാറ്റില്ലെന്നേ ഉള്ളൂ. കാറ്റ് കിട്ടണമെങ്കിൽ കാറ്റ് കിട്ടുന്നിടത്ത് പോയി ഇരിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ്, ഈശോയുടെ ചൂട് നിങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ദിവ്യകാരുണ്യ ആരാധന. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പസ്തോലന്മാർക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയേ? തെറ്റേ പറയുള്ളൂ എന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞു. പെന്തക്കോസ്തായിൽ ആണോ? പെന്തക്കോസ്തായിലാണത് കൊടുങ്കാറ്റായിട്ട് മാറിയത്. അവർക്ക് കാറ്റ് കിട്ടിയത് എവിടെയാണ്? യോഹന്നാൻ 20:22 ഉദ്ധിതനായ ഈശോ അവരുടെ അടുത്ത് വന്ന് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എപ്പോൾ കിട്ടി? ഈശോയുടെ നിശ്വാസം കുഞ്ഞി കാറ്റടിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടി. അത് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് വിശ്വസിച്ചവരുടെ മേൽ ഒരു കൊടുങ്കാറ്റായി നിറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. സോ പുത്തനൊരു പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയിട്ടല്ല, പുതിയൊരു പെന്തക്കോസ്താ അനുഭവത്തിന് വേണ്ടിയിട്ടല്ല വീണ്ടും നമ്മൾ ചോദിക്കേണ്ടത്. പെന്തക്കോസ്താ നടന്നു, ഇനി നമുക്ക് വേണ്ടത് ഈ പെന്തക്കോസ്തായുടെ മക്കളായ നമുക്ക് കാറ്റ് കിട്ടണം. കുഞ്ഞിക്കാറ്റ്, ഈശോയുടെ ശ്വാസം കിട്ടിയാൽ ആ കനല് വീണ്ടും തെളിയും, വീണ്ടും കത്തിപ്പടരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ ശ്വാസം കിട്ടണമെങ്കിൽ എവിടെ പോയിരിക്കണം?
ഈശോയുടെ അടുത്തിരിക്കണം, ആരാധനയ്ക്ക് ഇരിക്കണം. പരിശുദ്ധ കുർബാനയും ആരാധനയും അവിടെ വെച്ച് നിങ്ങൾക്ക് കൂദാശകളിൽ കിട്ടുന്ന തെളിച്ചം വീണ്ടും വീണ്ടും ആളി കത്തും. പിന്നെ എല്ലാം ചെല്ലുന്നിടത്ത് പരിമളം മാത്രമല്ല, ചെല്ലുന്നിടത്ത് ഒരു അഭിഷേകമായി ഒരു അഗ്നി പോലെ ജ്വലിക്കാൻ സഭയെ എവിടെയെങ്കിലും സഭാമക്കൾ, നമ്മുടെ കൂട്ടായ്മ, ഇടവക, നമ്മുടെ സോണുകൾ, നമ്മുടെ കുടുംബം എവിടെയെങ്കിലൊക്കെ തണുത്തുറഞ്ഞ് ഇല്ലെങ്കിൽ തണുപ്പും ചൂടും ഇല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരാൾ, ഈ തീ കിട്ടി ഈ കനൽ കത്തി ഒരാൾ അവിടെ ചെന്നാൽ ആ ഒരൊറ്റ ആളെയും കൊണ്ട് കർത്താവ് അവിടെ ഒരു അഗ്നിജ്വാല കത്തിക്കും. അവിടെ പുത്തൻ പെന്തക്കോസ്ത സൃഷ്ടിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. ഫലം ചൂടും. വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. എഴുന്നേറ്റ് തന്നെ ഇത്രയും കേട്ടാൽ മതി, ബാക്കി നിങ്ങൾ ജീവിക്കുക, ഞാനും ജീവിച്ചാൽ മതി. നമുക്കിനി ആ കൃപകളും വരങ്ങളും ദാനങ്ങളും ഒക്കെ കിട്ടിയ നമ്മൾ ഈ ഫലം ചൂടുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനെ സഹായിക്കും. എവിടെയെങ്കിലുമൊക്കെ ഒരു തീഷ്ണത കുറഞ്ഞു പോയി തോന്നിയാൽ ഓടിപ്പോയി ആരാധനയ്ക്ക് ഇരുന്നേക്കുക. അഭിഷേകമുള്ളവരെ കണ്ടാൽ പോരാ, അഭിഷേകമുള്ളവരെ കേട്ടാൽ പോരാ, അഭിഷേകം തരുന്നവൻ്റെ അടുത്ത് പോയി ഇരിക്കണം. ഇത് മറന്നുപോയേക്കല്ലേ കേട്ടോ, മറന്നുപോയേക്കല്ലേ. അഭിഷേകമുള്ളവരെ കണ്ടാൽ പോരാ, അഭിഷേകമുള്ളവരെ കേട്ടാൽ പോരാ, അഭിഷേകം തരുന്നവൻ്റെ അടുത്ത് പോയി ഇരുന്നാലേ എനിക്ക് അഭിഷേകം ജ്വലിച്ച് കിട്ടുള്ളൂ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ ശാന്തമായിട്ട് നടക്കാം. ഈശോ, ഞങ്ങളുടെ ഈ ഗ്രാൻഡ് കോൺഫറൻസിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷത്തേക്കൊക്കെ ഞങ്ങൾ കടന്നപ്പോൾ അങ്ങ് തന്ന ഓരോ ബോധ്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് തന്ന കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ എല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഇനി അവയെല്ലാം ഫലം ചൂടാൻ അങ്ങ് തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഒരു പരിമളം പോലെ ഈ ഭൂമിയിൽ സഭയിൽ പടരാൻ കൃപ ലഭിച്ചിട്ടും അതിന് സാധിക്കാതെ അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഒരിക്കൽ കൂടി ആ കാറ്റയക്കണമേ, ഒരിക്കൽ കൂടി ആ അഗ്നി ജ്വലിപ്പിച്ച് തരണമേ. ഒരിക്കലും കെടാത്ത ആ അഭിഷേകത്തിൻ്റെ മുദ്ര ഞങ്ങളുടെ മേൽ ഒരിക്കൽ കൂടി തെളിയിച്ചു തരണമേ. സ്ലിഹന്മാരെ ശക്തിപ്പെടുത്താൻ വേണ്ടി കൂടെ നിന്ന പരിശുദ്ധ അമ്മ മാതാവേ, മുന്നോട്ടുള്ള ഞങ്ങളുടെ സഭാജീവിതം കൂടുതൽ ശക്തിപ്പെടാൻ സഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ഈ സോണിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കും, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇവിടെ എല്ലാ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് എല്ലാ ആത്മീയ ആവശ്യങ്ങൾ, സഭയുടെ ആവശ്യങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. കരങ്ങൾ ഉയർത്തുമ്പോൾ എനിക്ക് വേണ്ടി കൂടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ശുശ്രൂഷ, വചനജീവിതം എല്ലാം വലിയൊരു അനുഗ്രഹമായി തീരാൻ, നിങ്ങളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ 100 മേനി ഫലം ചൂടാൻ, കൃപ എനിക്കും കൂടുതൽ കിട്ടാൻ വേണ്ടി, ഫലങ്ങൾ ചൂടാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി അല്പസമയം ഒന്ന് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതകരമായ പ്രഭാവത്തിന്റെ കൃപാശക്തി ദൈവജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. ആരാധിക്കുന്നവരിലേക്ക് വാഗ്ദാനം ചെയ്ത അഭിഷേകത്തിന്റെ ശക്തി ദൈവജനത്തിന് മേൽ പകരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കരമടിച്ച് കൂട്ടായ്മകളിൽ കൂട്ടിയൊരഭിഷേകം, ചേർന്നുപാടാം. ആദിമസഭയിൽ കൂട്ടായ്മകളിലേക്ക് വ്യാപരിച്ച അഭിഷേകം, അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, അഭിഷേകം, അവയെ കൃപയെടുക്കട്ടെ. അഭിഷേകം, ദേവിയുടെ അഭിഷേകം, അഭിഷേകം, ദേവിയുടെ അഭിഷേകം, പകരണമേ, പകരണമേ, ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകൃപ വെളിപ്പെടട്ടെ. അത്ഭുതകരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. തടസ്സങ്ങളും കെട്ടുകളും ബന്ധനങ്ങളും അടിയട്ടെ.
തിന്മയുടെ സ്വാധീനങ്ങളിൽ ദൈവമക്കൾ വിമോചിതരാകട്ടെ. സ്വർഗത്തിന്റെ അത്ഭുതകരമായ കൃപാവരത്തിന്റെ അഭിഷേകം ദൈവജനത്തിന് മേൽ വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ യാചനാരൂപം തുറന്നു പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. പ്രവാചകനായ യെശയ്യാ കണ്ട ദർശനം. സ്വർഗത്തിൽ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തെ കണ്ട പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ വസ്തുക്കളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. സ്വർഗത്തിൽ നിന്നൊരു മാലാക കൊടിലുകൊണ്ടെടുത്ത് തീക്കട്ട കൊണ്ട് പ്രവാചകന്റെ അധരത്തെ സ്പർശിച്ചു. ഇനി നീ അങ്ങനെ പറയരുത്, നീ കർത്താവിന്റെ പ്രവാചകനാണ്. ഇനി നിന്റെ കുറവുകളെ ഓർത്ത് നീ കരയരുത്, നിന്റെ ബലഹീനതകളെ ഓർത്ത് നീ പുറകോട്ട് മാറി നിൽക്കരുത്. നിനക്ക് കഴിവില്ലെന്ന്, യോഗ്യതയില്ലെന്ന് നീ പറയരുത്. നിന്നെ വിശുദ്ധീകരിക്കാൻ, നിന്നെ നവീകരിക്കാൻ, നിന്നെ കർത്താവിന്റെ പ്രവാചകനാക്കി മാറ്റാൻ കർത്താവ് സ്വർഗത്തിന്റെ അഗ്നി കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്ന സമയം. സ്നേഹമുള്ളവരെ, നമ്മുടെ ആരുടെ യോഗ്യതയല്ല, മറിച്ച് സ്വർഗത്തിന്റെ അഗ്നിയാൽ കർത്താവ് നമ്മളെ വലിയ ശുശ്രൂഷയുടെ അഭിഷേകം നമുക്ക് തരികയാണ്. നീ ബലഹീനനാണെന്ന് പറയരുത്. കർത്താവ്, ഞാൻ വീണു പോകുന്നവനാണ് നീ പറയരുത്. ഇനി കർത്താവ്, എനിക്ക് വിദ്യാഭ്യാസമില്ലെന്ന് പറയരുത്. എൻ്റെ അസാധ്യതകളുടെ മേൽ കർത്താവ് തൻ്റെ അഗ്നി അയക്കുന്ന സമയം. നിങ്ങളൊന്ന് സമർപ്പിച്ചാൽ മതി. കർത്താവെ, ഞങ്ങളുടെ ഒത്തിരി അസാധ്യതകൾ മുമ്പിലുണ്ട്, എങ്കിലും അഗ്നിയാൽ ഞങ്ങളെ ഒന്ന് സ്പർശിക്കണേ. കർത്താവെ, സ്വർഗത്തിന് അഗ്നിയാൽ ഞങ്ങളെ ഒന്ന് സ്പർശിക്കണം. അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. കുറവുകളൊന്നുമല്ല, ബലഹീനതകളല്ല, അയോഗ്യതകളല്ല, അസാധ്യതകളല്ല, മറിച്ച് കർത്താവ് പറയ, കർത്താവേ, നിന്റെ അഗ്നിയാൽ ഞങ്ങളെ ഒന്ന് സ്പർശിക്കണേ. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒന്ന് സ്പർശിക്കണേ, ഞങ്ങളെ ഒന്ന് സ്പർശിക്കണേ, ഞങ്ങളെ ഒന്ന് സ്പർശിക്കണേ. കരങ്ങൾ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പാടി പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപാവരങ്ങൾ നിറയട്ടെ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. നല്ലതുപോലെ കരം ഉയർത്തിപ്പിടിച്ച്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിനമേൽ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ചോദിച്ചു പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ, ലോകത്തിനമേൽ, പരിശുദ്ധാത്മാവേ, വിജയം വരിക്കാനുള്ള അഭിഷേകം. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ രണ്ട് ശിരസ്സിന്മേൽ വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങൾ ശിരസ്സിന്മേൽ വെച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ കരങ്ങൾക്ക് ഒരു അഭിഷേകമുണ്ട്. നമ്മുടെ കരങ്ങൾക്ക് കർത്താവ് തന്നൊരു അധികാരമുണ്ട്. ശുശ്രൂഷ ചെയ്യാൻ, അനേകരെ കൈപിടിച്ചുയർത്താൻ, അനേകരുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ, അനേകരുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ, തളർന്നുപോയ അനേക മക്കളെ ഈ കൈകൾ കൊണ്ട് താങ്ങി ഉയർത്തി നിർത്താൻ കർത്താവ് നമ്മുടെ കരങ്ങൾക്ക് തന്നൊരു അഭിഷേകമുണ്ട്. ഈ കരങ്ങൾ ശിരസ്സിന്മേൽ വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ ഈ നിമിഷം അവിടുത്തെ സ്വർഗത്തിന്റെ അഗ്നിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ. സ്വർഗത്തിന്റെ കൃപാവരങ്ങൾ ഞങ്ങളെ നിറയ്ക്കണേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 10:2 പ്രവാചകനോട് ദൈവം അരുളി ചെയ്തു, പ്രവാചക, കൊരൂബുകളുടെ ഇടയുടെ ചക്രങ്ങൾക്കിടയിൽ നിന്ന് കൈനീറ അഗ്നിക്കട്ടകൾ വാരി നഗരത്തിനു മേലെ നീ വാരി എറിയുക. പ്രവാചക, നീ അഗ്നിക്കട്ടകൾ കൈക്കകത്ത് വാരിയെടുത്ത് നഗരത്തിനുമേൽ വാരി എറിയുക. സ്നേഹമുള്ളവരെ, കണ്ണുകൾ അടച്ച കരങ്ങൾ ശിരസ്സിനെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നഗരത്തിന് മേൽ, രാജ്യങ്ങളുടെ മേൽ, ദേശങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, അനേകം ആത്മാക്കളുടെ മേൽ അഗ്നി കോരിയിടുന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവേ എനിക്ക് തരണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നഗരങ്ങളുടെ മേൽ അഗ്നി ഇറക്കുന്ന ഒരു കൃപാവരം പരിശുദ്ധാത്മാവേ എനിക്ക് തരണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കരങ്ങൾ രണ്ട് ശിരസ്സിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണം. അനേക കുടുംബങ്ങളെ നേടാൻ, അനേക കുഞ്ഞുങ്ങളെ നേടാൻ, അനേക യുവജനങ്ങളെ നേടാൻ, കോടിക്കണക്കിന് ആത്മാക്കളെ നേടാൻ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവേ ലോകത്തിനുമേ തീ കോരിയിടുന്ന ഒരു അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. കരങ്ങൾ ശിരസ്സിന്മേൽ വെച്ച് ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ച് 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 കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ചൂട് പിടിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഒരു അഗ്നിയുടെ സ്പർശനം ഉണ്ടാകട്ടെ. ലോകത്തിന്മേൽ വിജയം നേടാൻ രണ്ട് കരം ഉയർത്തി വിളിച്ചേ. ഹല്ലേലൂയ അറിയാമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. സ്നേഹമുള്ളവരെ, ഈശോ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഈ സമയത്ത് അനുഗ്രഹിക്കുന്ന അത്ഭുത അഭിഷേകത്തിന്റെ സമയമാണ്. ദിവ്യകാരുണ്യ ഈശോ ഈ നമ്മുടെ നടുവിലൂടെ ഇറങ്ങി വന്ന് ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി കർത്താവ് അഭിഷേകം ചെയ്യുന്ന സമയം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ ശുശ്രൂഷകളും എല്ലാം കർത്താവ് ഈ സമയത്ത് അഭിഷേകം ചെയ്യുന്ന സമയം. കർത്താവേ, വലിയ സ്വർഗത്തിന്റെ കൃപാവരം ഞങ്ങളിലേക്ക് പകരണം. വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് എടുക്കണം. ചോദിച്ച് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ജെറുസലേമിലൂടെ, യൂദയായിലൂടെ, സമരിയ പട്ടണത്തിലൂടെ, പലസ്തീനായുടെ തെരുവീതിയിലൂടെ അനേക രോഗികളെ സ്പർശിച്ച്, അനേക തളർന്നവരെ ചേർത്ത് പിടിച്ച്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ തന്നോട് ചേർത്തണച്ച കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന അത്ഭുതകരമായ സമയമാണ്. നിങ്ങളുടെ മേൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന്, നിങ്ങളുടെ കുടുംബത്തിന് വിദൂരത്തിലായിരിക്കുന്നവരിലേക്ക്, സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരിലേക്കുമെല്ലാം കർത്താവിന്റെ അത്ഭുതകരമായ കൃപയൊഴുകുന്ന അത്ഭുത സമയം. കരങ്ങൾ രണ്ടും ഉയർത്തി കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന. കരങ്ങൾ രണ്ടും ഉയർത്തി
കർത്താവിനെ നോക്കി വിളിക്കുന്ന യേശുവേ, സ്വരമുയർത്തി വിളിക്കുന്നു, അധരങ്ങൾ തുറന്ന് വിളിക്കുന്നു, യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, ഈശോ ആരാധന, ആരാധന, ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, ആരാധന, ഈശോ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധ കുർബാന കടന്നു പോകുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്ന് കർത്താവിനെ തന്നെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ അഭിഷേകം പകരണേ, അത്ഭുതകരമായ ദൈവശക്തി ഞങ്ങളിലേക്ക് പകരണമേ. അങ്ങിൽ നോക്കുന്നവരിലേക്ക് വാഗ്ദാനം ചെയ്ത അത്ഭുതകരമായ കൃപാവരത്തിന്റെ സമൃദ്ധി കൊണ്ട് ഞങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഈശോ ആരാധന, ഈശോ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പിടിച്ച് സ്തുതിച്ചിടുക, എഴുന്നള്ളുന്നു ഇസ്രായേലേ, സ്തുതിച്ചിടുക, യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു, യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടും യേശുവേ, ഹല്ലേലൂയ ഗീതി പാടിടും. യേശുവിന്റെ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. കരഘോഷമോടെ സ്തുതിച്ചിടും യേശു, ഹല്ലേലൂയ ഗീതി പാടിടും. യേശുവിന്റെ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ, സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ, സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഉയർത്തി വിളിച്ച് യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിയോഗങ്ങൾ സമർപ്പിക്കുക, പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ അത്ഭുതകരമായ ശക്തി കർത്താവ് വെളിപ്പെടുത്തുന്ന അത്ഭുതകരമായ സമയം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നട്ടലിന്റെ നിഷ്കാരമെന്ന രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് ഈ സമയത്ത് വെളിപ്പെടുത്തുന്നു. ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. തൊണ്ടയിൽ ഒരു മുഴയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് പരിപൂർണമായി തൊട്ട് സുഖപ്പെടുത്തുന്നതായി പരിശുദ്ധാത്മാവ് ഈ സമയത്ത് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഡൈവോഴ്സോളം എത്തിയ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന കേട്ട കർത്താവ് ആ കുടുംബത്തെ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നതായി പരിശുദ്ധാത്മാവ് ഈ സമയത്ത് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്പർശിക്കണമേ കർത്താവേ. ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി അവർക്ക് സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോ ആരാധന, ആരാധന. ആരാധിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശു രാജാവേ, ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങൾ തകരട്ടെ. ശക്തിയെ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ
അനുഗ്രഹിക്കുന്ന യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാർട്ടിന് ബ്ലോക്കുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന അടിച്ച് വെളിപ്പെടുത്തുന്നു. പൈൽസിന്റെ രോഗം മൂലം ഒത്തിരിയേറെ വേദനിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന അടിച്ച് വെളിപ്പെടുത്തുന്നു. കർത്താവ് അതിശക്തമായ സുവിശേഷ പ്രഘോഷണ വരം നൽകി 3 മക്കളെ കർത്താവ് അഭിഷേകം ചെയ്യുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ജോർജ് എന്നൊരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്ന അടിച്ച് വെളിപ്പെടുത്തുന്നു. ലിസി എന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. മറിയം അങ്ങനെ വിളിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പ്രത്യേകം അഭിഷേകം ചെയ്യുന്ന അടിച്ച് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൈറോയിഡിന്റെ രോഗമുള്ള 2 മക്കളെ കർത്താവ് തൊട്ട് സുഖപ്പെടുന്ന അടിച്ച് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഹെർണിയായുടെ രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പുക്കള് പുറത്തേക്ക് ചാടി വരുന്ന രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് ഈ സമയത്ത് സുഖപ്പെടുത്തുന്നു. കണ്ണിന് ഓപ്പറേഷൻ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകളെ കർത്താവ് ഈ സമയത്ത് തൊടുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. 2 കരങ്ങളെ ഉയർത്തി വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർമ്മക്കുറവുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് ഓർമ്മശക്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്ന ഈശോയെ വെളിപ്പെടുത്തുന്നു. 2 കരങ്ങളും ഈശ്വര മക്കളേക്ക് ഉയർത്തിപ്പിടിച്ച് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുന്ന് വർഷിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കള്, ജീവിത പങ്കാളി, സ്നേഹമുള്ളവരെ, ഭവനങ്ങളിൽ വിദൂരങ്ങളിലായിരിക്കുന്നവര്, കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അധ്വാനിക്കുന്നവര്, കർത്താവെ ഞങ്ങൾക്ക് മുമ്പേ ജീവിച്ച് മൺമറഞ്ഞു പോയവര്, വിശ്വാസത്തിന്റെ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നവര്, കർത്താവെ അനേകം വഴികളിൽ ഞങ്ങൾ തളർന്നു പോയപ്പോൾ ഞങ്ങളെ കൈപിടിച്ചുയർത്തിയവര്, കർത്താവെ ഞങ്ങൾക്ക് താങ്ങായി ശക്തിയായി നിന്നവര്, അങ്ങനെ എല്ലാവരും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഈ 3 ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് 2 കരമുയർത്തി ഒരു കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിബറഹലമലബ. നിങ്ങളുടെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ ആരാധനയുടെ സ്വരം ഒന്ന് കേൾക്കട്ടെ. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന. മുട്ടുകുത്താൻ പറ്റുന്നവര് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ, തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിക്കാൻ പ്രഘോഷിക്കണേ. കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന് ഈശോയെ മാത്രം ഒന്ന് നോക്കിക്കേ. കണ്ണു തുറന്ന് ഈശോയെ ഒന്ന് നോക്കി ഒന്ന് വിളിച്ച്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങളെ ആശീർവദിക്കണേ, സംരക്ഷിക്കണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, പകർച്ചവ്യാധിയുടെ തിന്മയുടെ കെണികളിൽ നിന്നും, ആത്മീയ അധപതനത്തിൽ നിന്നും ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങ് വിശുദ്ധീകരിച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ. ദേശത്തിന്റെ 4 ദിക്കുകളെ അങ്ങ് ആശീർവദിക്കണമേ. വിദൂരത്തെയും സമീപസ്ഥരെയും അങ്ങിപ്പോൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിച്ചെന്റെ ഈശോയെ. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യേശു, ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഈശോ പരിശുദ്ധ പരമമാ